പ്രവചനം 45 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. The Gospel of Saint Matthew, chapter 26, verse 32. മത്തായി സുവിശേഷം 26 അധ്യായം 32 വായിക്കുന്നതിന് മുൻപ് യെശയ്യാ പ്രവചനം 45 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. അതെ, തമിഴ്നാട് ട്രിച്ചിയിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലുണ്ട്. വി വെൽക്കം യു. ரொம்ப നന്ദി. കർത്തർ ആശീർവദിപ്പதாக. ആമേൻ. Will you please open your Tamil Bible, the people from Trichy. Thank you, Jesus. വേദാഗമത്തെ യെശയ്യാവിൻ ദീർഘദർശനം 45 அதிகாரம் 1 to 3 வரைக்கும். மத்தாயி எழுதின சுவிசேஷம் 26 அதிகாரம் 32 வசனம். எனக்கு கொஞ்சம் தெரியுமே. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ എന്നോട് ആരും ആവശ്യപ്പെടല്ലേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഓ ഗ്രേറ്റ്. സ്തോത്രം. ദൈവ സ്നേഹവും ദൈവ സാന്നിധ്യവും നമ്മുടെ മധ്യത്തിൽ. യെശയ്യാ പ്രവചനം 45 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം എല്ലാവരും ശബ്ദമുയർത്തി വായിച്ചാട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതെ ഇരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പുടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ തന്നെ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും. ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ 2ാം വാക്യം ഒരിക്കൽ കൂടെ. 2ാം വാക്യത്തിൻ്റെ അതിൻ്റെ സ്തോത്രം ആദ്യ ഭാഗം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന്. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. ഞാൻ നിനക്ക് മുൻപായി ചെന്ന്. ഈ വർഷം ദൈവം നിങ്ങൾക്ക് മുൻപായി ചെല്ലുന്നു. ഓ, ആർക്കും വേണ്ടേ? സ്തോത്രം. ഈ വർഷം ദൈവം നിങ്ങൾക്ക് മുൻപായി ചെല്ലുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന്. മത്തായി സുവിശേഷം 26 അധ്യായം 32 വാക്യം. Gospel of Saint Matthew, chapter 26, verse 32. മത്തായി 26:32. റെഡി? ശക്തിയോടെ വായിച്ചാട്ടെ. ശബ്ദമുയർത്തി. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. The title of today's message, Jesus goes ahead of you. യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. ഈ വർഷത്തിൻ്റെ ഓരോ ദിവസത്തിലും യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങൾ തനിയെ ആകത്തില്ല. യേശു, ജയിച്ച യേശു, രാജാധി രാജാവായ യേശു, കർത്താധി കർത്താവായ യേശു, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശു. ഖമാൻ, വിശ്വസിക്കുന്ന ആരുണ്ട്? യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. ഹല്ലേലൂയ. 3 പേരെ നോക്കി പറഞ്ഞാട്ടെ. യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. പെട്ടെന്ന് പറഞ്ഞേ. യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. 3ാമത് ഒരാളിനെ കൂടെ നോക്കി പറഞ്ഞാട്ടെ. കർത്തർ മുൻ സെൽகிறாർ. യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. കർത്താവ് നിങ്ങൾക്ക് മുൻപായി പോകുന്നു. നമുക്കറിയാം, ഒരു ദിവസത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. എന്നാൽ 365 ദിവസങ്ങളിൽ 8760 മണിക്കൂറുകളാണുള്ളത്. 8760 മണിക്കൂർ, 8760 hours in a year. അതേ സമയത്ത് 5,25,600 മിനിറ്റുകളാണ് ഒരു വർഷം ഉള്ളത്. 5,25,600 മിനിറ്റുകൾ ഒരു വർഷം ഉണ്ടെങ്കിൽ 3,15,36,000 സെക്കൻഡുകളാണ് ഒരു വർഷം ഉള്ളത്.
കമാൻ 365 ദിവസം, 8760 മണിക്കൂർ, 5,25,600 മിനിറ്റ്, 3,15,36,000 സെക്കൻഡ്. ആ ഒരു സെക്കൻഡ് പോലും അകന്നിരിക്കാത്ത, മാറിയിരിക്കാത്ത, കൈവിടാത്ത, ചേർന്നിരിക്കുന്ന കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി പോകുന്നു. ഞാൻ നിനക്ക് മുൻപായി പോകുന്നു. 365 ദിവസങ്ങളുണ്ടെങ്കിൽ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ കർത്താവ്, സ്തോത്രം, നിങ്ങളെയും എന്നെയും നോക്കി വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് 365 പ്രാവശ്യം ഭയപ്പെടേണ്ട. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതിരാവിലെ ഓരോ ദിവസവും കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത് ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട? ഇഷ്ടപ്പെട്ട പാർട്ടി ജയിച്ചത് കൊണ്ടോ, നല്ലൊരു മുഖ്യമന്ത്രി ഇരിക്കുന്നത് കൊണ്ടോ, നല്ലൊരു പ്രധാനമന്ത്രി ഡൽഹിയിലുള്ളത് കൊണ്ടോ അല്ല. ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഞായറാഴ്ച മാത്രമല്ല, ലോർഡ്സ് ഡേ, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസങ്ങളിലും കർത്താവ് നിങ്ങളോട് കൂടെ. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന ദൈവത്തിൻ്റെ ദാസൻ എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേറ്റ് തൻ്റെ കട്ടിലിന് ചുറ്റും ഓടിയിട്ട് പറയുമായിരുന്നു, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. എന്നിട്ട് താൻ പറയും, സ്തോത്രം, അതെ, ഇത് കർത്താവിൻ്റെ ദിവസം. നാളെ രാവിലെ മുതൽ നിങ്ങളും ഡിക്ലെയർ ചെയ്താട്ടെ, ഗുഡ് മോർണിംഗ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇത് അങ്ങ് ഉണ്ടാക്കിയ ദിവസം, ഇത് അനുഗ്രഹത്തിൻ്റെ ദിവസം, ഇത് അഭിഷേകത്തിൻ്റെ ദിവസം, ഇത് അത്ഭുതങ്ങളുടെ ദിവസം, ഇതെൻ്റെ ജയത്തിൻ്റെ ദിവസം, ഇത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ദിവസം, ഇത് ദുഷ്ടൻ പരാജയപ്പെടുന്ന ദിവസം, ദൈവ മഹത്വം എന്നിൽ ഉദിക്കുന്നതായ ദിവസം. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എനിക്ക് മുൻപായി പോകുന്നു. എൻ്റെ കർത്താവ് എനിക്ക് മുൻപായി പോകുന്നു. അതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു 12 സ്തോത്രമാത്തെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അതിൽ ഒരുവൻ എഴുന്നേറ്റ് പോയെങ്കിലും, സ്തോത്രം, ബാക്കിയുള്ളവരോട് പറയുന്നു, ഇടയനെ വെട്ടും, ആടുകൾ ചിതറപ്പെടും. അതാണ് നേതാവിൻ്റെ സ്തോത്രം വാക്ക്. സെഖരിയാ പ്രവചനം 13-ാം അധ്യായം 7-ാം വാക്യം. സ്തോത്രം, വേദപുസ്തകം പറയുന്നു അതൊരു പ്രവചനം നിവർത്തിയാണ്. മത്തായി 26:31 കർത്താവ് പറയുന്നു, സ്തോത്രം, ഇടയനെ വെട്ടും, ആടുകൾ ചിതറപ്പെടും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഇടയന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കമാൻ, ഹല്ലേലൂയ. നിങ്ങളുടെ പൈസയല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഗിഫ്റ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ലീഡർഷിപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം, അതെ, ലീഡർഷിപ്പിനെയാണ് കർത്താവ് ആദ്യം സഭയിൽ തിരഞ്ഞെടുത്തത്. യേശു കർത്താവ് കുറച്ച് ശിഷ്യന്മാരെയോ സോക്കോള പുരുഷാരത്തെയോ അതിനിടയ്ക്കുള്ളതായ വിശ്വാസികളെയല്ല തിരഞ്ഞെടുത്തത്. 12 മണിക്കൂർ പ്രാർത്ഥിച്ച് കർത്താവ് 12 ശിഷ്യന്മാരെയാണ് തിരഞ്ഞെടുത്തത്. വേദപുസ്തകം പറയുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. മീനിങ് 12 സ്തോത്രം, അതെ, മണിക്കൂർ പ്രാർത്ഥിച്ച് 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. 12 കർത്താവിൻ്റെ ഡൊമിനിയനെ കാണിക്കുന്നു, കർത്താവിൻ്റെ അധികാരത്തെ കാണിക്കുന്നു. ശ്രദ്ധിക്കും, പ്രാർത്ഥിക്കുന്നവനാണ് അധികാരം കൈകാര്യം ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നവന് അധികാരം കൈകാര്യം ചെയ്യുന്നു. വിശ്വസിക്കുന്നവൻ അടയാളം കൈകാര്യം ചെയ്യുന്നു. വിശ്വസിക്കുന്നവൻ അടയാളം കൈകാര്യം ചെയ്യുന്നു. സ്തുതിക്കുന്നവൻ ജയം കൈകാര്യം ചെയ്യുന്നു. സ്തുതിക്കുന്നവൻ ജയം കൈകാര്യം ചെയ്യുന്നു. ആരാധിക്കുന്നവൻ ദൈവ മഹത്വത്തെ കൈകാര്യം ചെയ്യുന്നു. Come on. Hallelujah. യേശു കർത്താവ് പറഞ്ഞു, these signs shall follow for those who believe. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാടെ. ഇത് അടയാളങ്ങളെ കൈകാര്യം ചെയ്യുന്ന കരങ്ങളാണ്. വിശ്വസിക്കുന്നവർ ഈ അടയാളങ്ങൾ നടക്കും. സ്തുതിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി ശക്തിയായ ഒരു ഹല്ലേലൂയ പറയട്ടെ. സ്തുതിക്കുന്നവൻ ജയം കൈകാര്യം ചെയ്യും. യെരിഹോവിന്റെ മുന്നിൽ നിന്ന് സ്തുതിച്ചു, മതിൽ ഇടിഞ്ഞു വീണ്. സ്തുതിക്കുന്നവനെ ഒരു ജയിലിലും പൂട്ടിയിടുവാൻ കഴിയത്തില്ല. അവൻ സ്തുതിച്ച് അതിന്റെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം വരെ പൊളിച്ച് സകല വാതിലുകളെ തുറന്ന് ജയിലറുമായി പുറത്തു വന്ന് സഭ സ്ഥാപിച്ചതാണ് സഭാ ചരിത്രം. അതുകൊണ്ട് സ്തുതിക്കുന്നവനെ കെട്ടുവാൻ മിസ്റ്റർ മന്ത്രവാദി നിന്റെ ഭൂതത്താന്മാർക്ക് ഒരിക്കലും കഴിയത്തില്ല. ഞങ്ങൾ സ്തുതിക്കും, നീ പൊളിയും. കമാൻ, ആർക്കും വേണ്ടേ? സ്തുതിക്കുന്നവൻ ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. കരങ്ങളെ അടിച്ച് ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. വായു തുറന്ന് ജീവനുള്ളതൊക്കെയും. ഓ ഹല്ലേലൂയ.
ഇന്ന് പകൽ ചിലത് പ്രത്യക്ഷമായി വിടുതലായി ദൈവകൃപയാൽ സംഭവിക്കും. നമ്മൾ ഒറ്റയ്ക്കല്ല. ഇന്ന് ഈ വെബ് സ്ട്രീമിൽ, ഈ ഹാളിൽ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. പൊളിയേണ്ടത് പൊളിയട്ടെ, തുറക്കേണ്ടത് തുറക്കട്ടെ. സ്തുതിക്കുന്നവൻ ദൈവകൃപയാൽ ജയിക്കുന്നവനായിരിക്കും. ഭൂമിയിൽ നിന്ന് ആരാധന ഉയരും, സ്വർഗത്തിൽ നിന്ന് മഹത്വം ഇറങ്ങും. ഭൂമിയിൽ നിന്ന് ആരാധന ഉയരും, സ്വർഗത്തിൽ നിന്ന് മഹത്വം ഇറങ്ങും. അത് ആരാധിക്കുന്നവൻ മഹത്വം ചുമക്കും. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ അധികാരം കൈകാര്യം ചെയ്യും. പ്രാർത്ഥിക്കുന്നവൻ അധികാരം കൈകാര്യം ചെയ്യും. യേശു കർത്താവ് 12 ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, സ്തോത്രമതെ, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം സ്തോത്രമതെ നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകുന്നു. സ്തോത്രം. എനിക്കിതാ ക്രൂശ് കടന്നു വരുന്നു, അതുകൊണ്ട് ക്രൂശിൽ ഞാൻ നശിക്കുമെന്നല്ല യേശു പറഞ്ഞത്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ക്രൂശുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ആ പ്രശ്നത്തിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പ്രോബ്ലത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നില്ല. ആ വെല്ലുവിളികൾ നിങ്ങൾ ജയിക്കാൻ വേണ്ടി പോകുന്നു. പകരം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, ഇത് നിങ്ങളെ സ്റ്റക്കായിരിക്കുന്ന ഒരു വർഷമല്ല. നിങ്ങൾ മൂവിങ് ഫോർവേഡ്, നിങ്ങൾ മുന്നേറുന്ന ഒരു വർഷമാണ് ഇത്. നിങ്ങൾ മുന്നേറുന്ന വർഷമാണ്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുൻപായി പോകുന്നു. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിങ്ങൾ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇത് നിങ്ങളുടെ സ്റ്റാഗ്നൻ്റ് അല്ല, നിങ്ങൾ മുന്നേറുവാൻ വേണ്ടി പോകുന്നു. അടുത്തിരിക്കുന്നവരുടെ തൊടണ്ട മുഖത്ത് നോക്കി പറഞ്ഞോട്ടെ, ഞാൻ മുന്നേറാൻ പോകുന്നു. പെട്ടെന്ന് പറ, ഞാൻ മുന്നേറാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ മുന്നേറുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് ചാലഞ്ചസ് ഉണ്ടായിരിക്കാം. അടുത്ത വേരിയന്റ് വരുന്നെന്ന് ഇസ്രായേലിൽ അടുത്ത വേരിയന്റ് കണ്ടുപിടിച്ച് കാണും. ഒമിക്രോൺ ഇങ്ങോട്ട് കയറുമെന്ന് മീഡിയ പറയുന്നു. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെ കേട്ട് സമൂഹം സ്റ്റക്കാകട്ടെ, ലോകം ഭയപ്പെടട്ടെ, എന്നാൽ ദൈവത്തിന്റെ സഭ മുന്നേറട്ടെ. ഈ പ്രോബ്ലത്തിന്റെ നടുവിൽ ഒരിക്കലും സ്റ്റക്കാകാതെ മുന്നേറുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. അവരാണ് ദൈവത്തിന്റെ ജനം. അവർ മുന്നേറുന്നവരാണ്. യെരിഹോ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മുന്നോട്ട് പോ. യോർദാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, വിഭാഗിച്ച് മുന്നോട്ട് പോ. സ്തോത്രമതെ. യെരിഹോ ഓരോ ചെങ്കടൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു, മുന്നോട്ട് പോ. ഓർഡറിൽ പറയട്ടെ, ചെങ്കടൽ വന്നപ്പോൾ ദൈവജനം മുന്നോട്ടാണ്, യോർദാനിൽ ജനം മുന്നോട്ടാണ്, യെരിഹോ വന്നപ്പോൾ ജനം മുന്നോട്ടാണ്. ഈ കാര്യങ്ങളിലും ഈ പ്രതിസന്ധിയിലും ദൈവകൃപയാൽ നിങ്ങൾ ഒരിക്കലും പിന്നോട്ടല്ല. പകരം ഇൻ ജീസസ് നെയിം ദൈവകൃപയാൽ 2022 നിങ്ങൾ മുന്നേറുവാൻ വേണ്ടി പോകുന്നു. ഇത് നിങ്ങളുടെ മുന്നേറ്റത്തിന്റെ ദിവസങ്ങളാകട്ടെ. വിളിച്ചു പറ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്ക്. ഒന്നിനും എന്നെ സ്റ്റക്കാക്കാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് മുൻപായി പോകുന്നു. കമോൺ, നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ ജനറൽ, അവൻ മുന്നോട്ട് പോകുന്നെങ്കിൽ സകല ദൈവ മക്കളും ഈ വർഷത്തിൽ ദൈവകൃപയാൽ മുന്നേറട്ടെ. ഹല്ലേലൂയ. യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. എന്നാൽ മനസ്സിലാക്കണമേ, ഈ കർത്താവ് യേശുവിനോട് സ്തോത്രമതി മുന്നേറുവാൻ കഴിയാവുന്നവർ, കൂടെ നടക്കുന്നവർക്ക് മാത്രമേ അവനോട് കൂടെ മുന്നേറുവാൻ ഗുണം കഴിയത്തുള്ളൂ. കൂടെ നടക്കുന്നവർക്ക് മാത്രമേ അവനോട് കൂടെ മുന്നേറുവാൻ ഗുണം കഴിയത്തുള്ളൂ. സ്തോത്രം. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നതായ ശിഷ്യന്മാർ നോക്കിയാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മുൻപായി പോകുന്നു. സോ ഒരു മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇതാണ് കണ്ടീഷൻ. യേശുവിനോട് കൂടെ നടക്കണം. യേശുവിനോട് കൂടെ നടക്കുന്നവർക്ക് മാത്രമേ സ്തോത്രം അതെ കർത്താവിനോട് കൂടെ മുന്നേറ്റം അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ. ഹലോ, ആത്മീയ ജീവിതം മുന്നേറ്റത്തിന്റെ ജീവിതമാണ്. നിങ്ങൾ ഏത് പന്ന സ്കൂളിൽ പഠിച്ചെങ്കിലും, ഏത് കുഗ്രാമത്തിൽ നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടവരെങ്കിലും, എത്ര മോശമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു വന്നെങ്കിലും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരിക്കലും നിങ്ങളുടെ സ്തോത്രം നിലവാരം താഴേക്കല്ല, ഉയരങ്ങളിലേക്കാണ്. പക്ഷേ ആ ഉയർച്ച ഉണ്ടാകുവാൻ നീ താഴ്ചയല്ല, ഉയർച്ച ഉണ്ടാകുവാൻ ഇതാണ് അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. ഈ ദൂതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം യേശുവിനോട് ചേർന്ന് നടന്നാണ്.
യേശുവിനോട് ചേർന്ന് നടന്നവരോടാണ് കർത്താവ് പറയുന്നത്, സ്തോത്രം, ഞാനിതാ സ്തോത്രം നിങ്ങൾക്ക് മുൻപായി പോകുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം, വ്യക്തിയായി, കുടുംബമായി, അതേ കുഞ്ഞുങ്ങളെ കേൾക്കാൻ, നിന്റെ ഭാവിയിൽ മുന്നേറ്റം ഉണ്ടാകുവാൻ ഒറ്റയ്ക്ക് നടക്കരുത്, സമൂഹം നടക്കുന്നത് പോലെ നടക്കരുത്, പകരം യേശുവിനോട് ചേർന്ന് നടന്നാട്ടെ. സ്തോത്രം, 3.5 വർഷക്കാലം ഈ 12 ശിഷ്യന്മാർ അവർ യേശുവിനോട് ചേർന്ന് നടന്നവരാണ്. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ടു ബി വിത്ത് ഹിം ഓൾവേസ്, തന്നോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണ് ശിഷ്യന്മാർ യേശു തിരഞ്ഞെടുത്തത്. തന്നോട് കൂടെ ഇരിപ്പാൻ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് തോന്നിയതുപോലെ ജീവിക്കാനല്ല, രക്ഷിക്കപ്പെടാത്ത അയൽവാസിയെയും അതേ ഗുണപ്പെടാത്ത ബന്ധുവിനെ പോലെ ജീവിപ്പാനല്ല. സ്തോത്രം, യേശു കർത്താവിനെ പോലെ ജീവിപ്പാനും അവനോട് കൂടെ ആയിരിക്കാനും അവനോട് ചേർന്ന് നടക്കുവാനും. ഗ്രാമങ്ങളിൽ യേശു പോകുമ്പോൾ ശിഷ്യന്മാർ കൂടെയുണ്ട്. പട്ടണങ്ങളിൽ പോകുമ്പോൾ വലിയ കൂട്ടത്തിലും ചെറിയ കൂട്ടത്തിലും സ്തോത്രം, അതേ അവർ യേശുവിനോട് കൂടെ നടക്കുകയാണ്. യേശുവിനോട് കൂടെ നടന്ന് അവർ യേശു കർത്താവിനെ പോലെ ആയിത്തീരുകയുണ്ടായി. നിങ്ങൾ ആരുടെ കൂടെ നടക്കുമോ അതുപോലെ നിങ്ങൾ ആയിത്തീരും. കുറ്റം പറയുന്നവരെ കൂടെ നടന്നാൽ ആ കുറ്റം പറയുന്ന ഭൂതം നിന്റെ അകത്ത് കയറും. കടം വാങ്ങുന്ന ദാരിദ്ര്യ പിശാചിന്റെ കൂടെ നടന്നാൽ, കടം വാങ്ങുന്നവരെ കൂടെ നടന്നാൽ ആ ടെൻഡൻസി നിന്റെ മേലുണ്ടാകും. പകരം ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവരെ കൂടെ നടന്നാൽ നിങ്ങളും പ്രാർത്ഥിക്കുന്നവനായിരിക്കും. ആരാധിക്കുന്നവരെ കൂടെ നടന്നാൽ സ്തോത്രം, നിങ്ങളും ആരാധിക്കുന്നവരായിരിക്കും. സ്തുതിക്കുന്നവന്റെ കൂടെ നടന്നാൽ നിങ്ങളും സ്തുതിക്കുന്നവരായിരിക്കും. Tell me about your friend. I can tell you who are you. Who you are. അതേ, നീ സ്തോത്രം, നിന്റെ സുഹൃത്തുക്കൾ ആരെന്ന് പറ, നിന്റെ സ്നേഹിതർ ആരെന്ന് പറ, നീ ആരെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം, അതെ, നിങ്ങൾ ആരുടെ കൂടെ നടക്കുമോ അതുപോലെയായിരിക്കും നിങ്ങളായിരിക്കുന്നത്. 3.5 വർഷക്കാലം കർത്താവ് യേശുവിനോട് കൂടെ 12 ശിഷ്യന്മാർ നടന്നു. അവസാനം അവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമായി തീർന്നു. അതുകൊണ്ടാണ് പരീക്ഷ പ്രമാണികൾക്ക്, യഹൂദ സ്തോത്രം മതാനുസാരികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരുവനെ ആവശ്യമായിരുന്നത്. കാരണം സ്തോത്രം, യേശുവിനോട് കൂടെ നടന്നപ്പോൾ സ്തോത്രം, അതെ, ഈ യേശുവിനെ പോലെ എവരും ആയി തീർന്നു. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോട് കൂടെ ഓരോ മാസങ്ങൾ, ഓരോ വർഷങ്ങൾ കഴിഞ്ഞ് യേശുവിനോട് കൂടെ നടക്കുമ്പോൾ നീ പെന്തിക്കോസ് സ്വഭാവത്തിലല്ല ആകുന്നത്, കത്തോലിക്കനല്ല, CSA അല്ല, മാർത്തോമയല്ല, പകരം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ പോലെയാണ് ദൈവകൃപയാൽ നീ ആകുന്നത്. സ്തോത്രം, യേശുവിനോട് കൂടെ നടന്നു. കാരണം എൻ്റെ ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്ന സ്തോത്രം ദാവീദിനോട് കൂടെ ചിലർ ചേർന്ന് നടക്കുവാൻ തുടങ്ങി. അവിടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ, ആ നടപ്പിൻ്റെ ആരംഭത്തിൽ വെറും മോശമായിരുന്നു. ബൈബിൾ പറയുന്നു, അവർ കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവരായി, സ്തോത്രം, അതെ, ഏറ്റവും വേസ്റ്റായി, ഏറ്റവും തകർന്നവരായി, അതെ, ഞെരുക്കമുള്ളവരായി, ഡിപ്രസ്ഡ് പീപ്പിളായി അവർ സ്തോത്രം, അതെ, ദാവീദിന്റെ കൂടെ നടന്നു. പക്ഷെ ദാവീദ് എന്ന അഭിഷിക്തന്റെ കൂടെ നടന്നപ്പോൾ, ദാവീദ് എന്ന പോരാളിയോട് കൂടെ നടന്നപ്പോൾ, ദാവീദ് എന്ന യുദ്ധക്കാരനോട് ചേർന്ന് നടന്നപ്പോൾ, ആരാധന വീരനോട് ചേർന്ന് നടന്നപ്പോൾ, ഇസ്രായേലിന്റെ സ്തോത്രം മധുര ഗായകനായ ദാവീദിനോട് ചേർന്ന് നടന്നപ്പോൾ, അഭിഷിക്തനോട് ചേർന്ന് നടന്നപ്പോൾ അവരുടെ സ്റ്റാറ്റസ്, അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. Come on, ഈ വർഷം നിന്റെ സ്റ്റാറ്റസ് മാറിയേ പറ്റത്തുള്ളൂ. ഈ വർഷം നിന്റെ അവസ്ഥ മാറിയേ പറ്റത്തുള്ളൂ. കേൾക്കുന്നവർ വാ തുറന്ന് ആമേൻ പറഞ്ഞാട്. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്ന് പറഞ്ഞാണ് അവർ ആരംഭിച്ചത്. പക്ഷേ അവസാനം നിങ്ങൾ വായിച്ചു വരുമ്പോൾ ദാവീദിന്റെ സൈന്യത്തെക്കുറിച്ച് പറയുന്നു, അവർ രാക്ഷസന്മാരെ കൊല്ലുന്നവരായി തീർന്നു. അവർ ഭയങ്കര വാരിയേഴ്സ് ആയി തീർന്നു. അവർ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പല ജയത്തെ കൈവരിക്കുന്നവരായി തീർന്നു. ഞാൻ ഗ്യാരണ്ടിയായി പറയട്ടെ, പരിശുദ്ധാത്മാവരോട് നിങ്ങൾ ചേർന്നും നടക്കുന്നു എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിലനിൽക്കുന്ന വലിയ അത്ഭുത ചില ദൈവിക പദ്ധതികളെ പുറത്തെടുക്കുന്നവരായി, വെളിപ്പെടുത്തുന്നവരാക്കി ദൈവം നിന്നെ തീർക്കും. കമാൻ, യേശുവിനോട് ചേർന്ന് നടന്നാട്ടെ.
യേശുവിനോട് ചേർന്ന് നടന്നാട്. കർത്താവായ യേശു ക്രിസ്തു കരയിൽ മാത്രമല്ല തൻ്റെ ശിഷ്യന്മാരെ നടത്താൻ ആഗ്രഹിച്ചത്, അവൻ കടലിലും നടത്തുകയുണ്ടായി. ഒരിക്കൽ കൂടെ, കരയിൽ മാത്രമല്ല സ്തോത്രം ശിഷ്യന്മാരെ നടത്താൻ ആഗ്രഹിച്ചത്, അവൻ സ്തോത്രം കടലിലും നടത്തുകയുണ്ടായി. സ്തോത്രം. എൻ്റെ സബ്ജക്റ്റ് ഇതാണ്: യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. ചേർന്ന് നടക്കുന്നവനാണ് ഈ വർഷം മുന്നേറ്റത്തിൻ്റെ വർഷമായി തീരുവാൻ പോകുന്നത്. കരയിൽ മാത്രമല്ല അവർ ചേർന്ന് നടന്നത്. ഇത് വേദ തിരുവചനം പറയുന്നു, ഒരു ദിവസം സ്തോത്രം കർത്താവ് കടലിൽ നടക്കുന്നത് കണ്ട് ഒരു മനുഷ്യൻ സ്തോത്രം റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ബാക്കിയെല്ലാം കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. അയ്യോ, ഇങ്ങനെയാണ് കേട്ടോ. 10 മണിക്ക് ശേഷം കർഫ്യൂ ആണെന്ന് പറഞ്ഞ് പലരും കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, വിശ്വാസ ജീവിതം പലപ്പോഴും റിസ്കി ലൈഫാണ്. വിശ്വാസ ജീവിതം കംഫർട്ട് സോണിൽ ഇരിക്കുന്നതല്ല, വിശ്വാസ ജീവിതം റിസ്ക് ആണ്. 11 പേർ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, സ്തോത്രം, എൻ്റെ ഗുരുവിന് നടക്കാമെങ്കിൽ അങ്ങനെ എൻ്റെ ഗുരു ഒറ്റയ്ക്ക് നടക്കണ്ട, ഗുരുവിന് ഞാനൊരു കമ്പനി കൊടുക്കട്ടെ. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ എന്നെയും വിളിക്കണമേ. സ്തോത്രം. അത് ഇന്നത്തെ ഗുരുക്കന്മാരായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ഞാനാണ് സീനിയർ പാസ്റ്റർ, എനിക്കൊരു എക്സ്ട്രാ ഗ്രേസ് ഉണ്ട്, എനിക്കൊരു എക്സ്ട്രാ അനോയിന്റിങ് ഉണ്ട്, ഞാൻ മാത്രമാണ് അതെ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ, എനിക്ക് മാത്രമേ ഇത് കഴിയത്തുള്ളൂ എന്ന് പറയും. സ്തോത്രം. പക്ഷേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, ടീച്ചറിൻ്റെ ജയമെന്ന് പറയുന്നത് പിള്ളേരുടെ ജയമാണ്. പിള്ളേരുടെ ജയം കണ്ടിട്ടാണ് ടീച്ചർ നല്ലതാണോ എന്ന് തിരിച്ചറിയുന്നത്. പിള്ളേരുടെ ജയം കണ്ടിട്ടാണ്, റിസൾട്ട് വരുമ്പോൾ പിള്ളേരുടെ ജയം കണ്ടിട്ടാണ് ഈ അധ്യാപകൻ കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നറിയുന്നത്. അർത്ഥം സ്തോത്രം, അതെ, വിശ്വാസികളുടെ വിടുതലും വളർച്ചയും കണ്ടിട്ടാണ് പാസ്റ്റർ കൊള്ളാമോ എന്നറിയുന്നത്. ഉറങ്ങിയിരുന്ന ആരാണ്ട് കണ്ണു തുറന്നെന്നെ നോക്കി. വിശ്വാസികളുടെ നന്മയും വളർച്ചയും ആത്മീയ അനുഗ്രഹവും കണ്ടിട്ടാണ് പാസ്റ്റർ കൊള്ളാമോ എന്നറിയുന്നത്. സ്തോത്രം. അല്ലാതെ വിശ്വാസികളുടെ ദശാംശവും സ്തോത്ര കാഴ്ചയും മാത്രം അറുത്ത് തിന്നവൻ ഈസ് നോട്ട് എ ഷെപ്പേർഡ് ബട്ട് ഹി ഈസ് എ വൂൾഫ്. അവർ ഒരിക്കലും സ്തോത്രം വിശ്വാസികളെ സ്തോത്ര കാഴ്ചയും ദശാംശവും മാത്രം ഊറ്റി കുടിച്ചിട്ട് അവരെ കുഴികൾ തള്ളുന്നവനെങ്കിൽ അവൻ ഒരിക്കലും ഇടയനല്ല, അവൻ ചെന്നായിരിക്കും. ജനം തിരിച്ചറിയട്ടെ. സ്തോത്രം. അതേ, യേശു കർത്താവാകുന്ന നല്ല ഇടയൻ പറഞ്ഞു, അതേ സ്തോത്രം, നീ അവിടെ നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്, വരിക. മഹാനായ റൈനാർഡ് ബോങ്കെ പറയും, അവൻ കടൽ വെള്ളത്തിലല്ല പത്രോസ് കാല് വെച്ചത്, യേശുവിന്റെ വചനത്തിലാണ് അവൻ കാല് വെച്ചത്. യേശുവിന്റെ വചനത്തിൽ കാല് വെച്ചു. ഈ വർഷത്തിൽ വചനത്തിൽ കാല് വെച്ച് നടന്നാൽ അതൊരു നാച്ചുറൽ നടപ്പല്ല, അതൊരു സൂപ്പർ നാച്ചുറൽ നടപ്പായിരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, വചനത്തിൽ നടക്കാം. പെട്ടെന്ന് പറ, വചനത്തിൽ നടക്കാം. മുങ്ങിപ്പോകത്തില്ല, തകർന്നു പോകത്തില്ല, നാണം കെട്ടു പോകത്തില്ല, അവഹേളിക്കപ്പെടത്തില്ല, പരിഹാസപാത്രമാകത്തില്ല. സ്തോത്രം. അദ്ദേഹം നടന്നു പോയാട്ടെ, കർത്താവിൻ്റെ വചനത്തിൽ നടന്നാട്ടെ. എന്നെ സംബന്ധിച്ച് യേശു വെള്ളത്തിൽ നടന്നത്, യേശു കടലിൽ നടന്നത് അത്ഭുതമേ അല്ല. ഒരിക്കൽ കൂടെ, എന്നെ സംബന്ധിച്ച് കർത്താവായി യേശു കടലിൽ നടന്നത് അത്ഭുതമേ അല്ല. കാരണം അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ്. അവൻ ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിരിക്കുന്നവനാണ്. ഓരോ വെള്ളത്തിൻ്റെ അവസാനത്തെ മോളിക്യൂളും അവൻ സൃഷ്ടിച്ചവനാണ്. അവൻ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് യേശു വെള്ളത്തിന് മുകളിൽ നടന്നത് എന്നെ സംബന്ധിച്ച് അത്ഭുതമേ അല്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് അത്ഭുതം, സ്തോത്രം, എന്നെ പോലെ നിങ്ങളെ പോലെ മജ്ജയും മാംസവും രക്തവും ഒക്കെ ഉള്ളതായ ഒരു പത്രോസിനെ നടത്തിയതാണ് അത്ഭുതം. ഈ വർഷം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഞെട്ടും, നിങ്ങളുടെ ശത്രുക്കൾ അതിശയിക്കും. കാരണം ദൈവം നിന്നെ നടത്തുന്ന ആ നടത്തലുണ്ടല്ലോ. വീട്ടിലിരിക്കുന്നവർ കരങ്ങൾ അടിച്ചു വായു തുറന്ന ദൈവത്തെ സ്തുതിച്ച്, ഈ വർഷം നീ ചുമ്മാ നടക്കുകയല്ല, സൂപ്പർ നാച്ചുറലി, അതിശയവും ഭയങ്കരമായി ദൈവം നിന്നെ നടത്തുവാൻ പോകുകയാണ്.
ദൈവം നിന്നെ നടത്തുവാൻ പോകുകയാണ്. നടക്കുക മാത്രമല്ല ചെയ്തത്, പത്രോസിനവൻ നടത്തുകയും ചെയ്യുകയുണ്ടായി. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കി സ്തോത്രം ജനം പറയും, നിന്റെ യേശു ജീവിക്കുന്നവനാണ്. അവൻ നിങ്ങൾക്ക് മുൻപായി നടക്കുന്ന, അവൻ നിങ്ങൾക്ക് മുൻപായി പോകുന്ന, മുൻപായി സ്തോത്രം കടലിൽ നടന്ന യേശു കർത്താവ് പത്രോസിനെയും സ്തോത്രം അതേ കടലിൽ നടത്തുകയുണ്ടായി. സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെയും ദൈവമില്ലാത്തവരെയും പോലെ തോന്നിയതുപോലെ നടക്കരുത്. ദൈവത്തിന്റെ കൃപയാൽ കർത്താവിനോട് ചേർന്ന് നടന്നാട്ടെ. തിരുവചനം പറയുന്നു, ക്രിസ്തുവിൽ ഈ പുതിയ സൃഷ്ടിയായവർ അവർ കാഴ്ചയിലെല്ലാം നടക്കുന്നത്, പകരം പറഞ്ഞാട്ടെ എങ്ങനെ നടക്കുന്നു? കാഴ്ചയിലെല്ലാം നടക്കുന്നത് വിശ്വാസത്താൽ എന്നാണ് നടക്കുന്നത്. വിശ്വാസത്തിന്റെ നടപ്പ് ബൈബിൾ പറയുന്നു, അവർ നടക്കുന്നത് സത്യമായ ദൈവവചനത്തിൽ നടക്കുന്നു, അഥവാ സത്യത്തിൽ നടക്കുന്നു. ശബ്ദമുയർത്തി പറ, സത്യത്തിൽ നടക്കുന്നു. അവർ വെളിച്ചത്തിൽ നടക്കുന്നു, അവർ നേരോടെ നടക്കുന്നു. സ്തോത്രമതെ, സത്യത്തിൽ നടന്നാട്ടെ, വചനപ്രകാരം നടന്നാട്ടെ, വെളിച്ചത്തിൽ നടന്നാട്ടെ. സമൂഹം നടക്കുന്നത് പോലെ അല്ല, കൂടെ പഠിക്കുന്നവർ ചെയ്യുന്നത് പോലെയല്ല, അവർ ജീവിക്കുന്നത് പോലെ അല്ല, പകരം വ്യത്യസ്തമായി ദൈവകൃപയിൽ ജീവിച്ചാട്ടെ. ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിനോട് ചേർന്ന് നടന്ന രണ്ട് പേരെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ തൊക്കണം കഴിയും. ഒന്ന് ഹാനോക്ക്, മറ്റൊന്ന് നോഹ. ഒന്ന് ഹാനോക്ക്, മറ്റൊന്ന് നോഹ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് ചേർന്ന് നടന്നു. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, രണ്ടുപേർ ചേർന്ന് നടക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം മിണ്ടാ പ്രാണിയല്ല, ദൈവം മിണ്ടാതിരിക്കുന്നവനല്ല, ദൈവം സംസാരിക്കുന്നവനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം സംസാരിക്കുന്നവനാണ്? ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾപ്പാൻ കഴിയും. സ്തോത്രം. അതെ, ഹാനോക്ക് 300 സംവത്സരം 3 നൂറ്റാണ്ട് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, മുഴുവൻ വേദപുസ്തകം ഹാനോക്കിനെ ദൈവം ഗ്രഹിപ്പിച്ചു. ബിലീമേ സ്തോത്രം. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ, അന്ത്യ ന്യായവിധി വരെ ഹാനോക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അന്ത്യ ന്യായവിധി വരെ ഹാനോക്ക് ദൈവത്തിൽ കേട്ടു. അവൻ ജീവിച്ചത് ഉൽപ്പത്തിയുടെ ഒരു കോണിലാണ്, പക്ഷെ വെളിപ്പാടിന്റെ അവസാനം വരെ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് കേട്ടു. തിരുവനന്തപുരം പട്ടണത്തിൽ പരിസരത്ത് നിങ്ങൾ എവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുമ്പോൾ പത്രക്കാരനും മാസ്യക്കാരനും ടിവിക്കാരനും കിട്ടാത്ത ദൈവത്തിന്റെ ഭയങ്കര വെളിപ്പാടുകൾ ദൈവകൃപയാൽ നിങ്ങൾ കേട്ട് സ്തോത്രം പ്രാപിച്ച് നടക്കുവാൻ കഴിയും. കമാൻ, ഈ വർഷം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവിക വെളിപ്പാടുകളെ കലവറകൾ ജനത്തിൽ നിറയട്ടെ. രണ്ട്, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഉൽപ്പത്തി 6:8 പറയുന്നു, നോഹയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചു. ഉൽപ്പത്തി 6:9 പറയുന്നു, നോഹ ട്രാവൽ വിത്ത് ഗോഡ്. നോഹ ദൈവത്തോട് കൂടെ സഞ്ചരിച്ചു. നോഹ ദൈവത്തോട് കൂടെ സഞ്ചരിച്ചു. ആ സഞ്ചാരം സുഗമമല്ലായിരുന്നു സഹോദരങ്ങളെ. കാരണം സ്തോത്രം, രണ്ട് അതേ തലമുറകൾ ഇതാ സ്തോത്രം ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ഒന്ന് കയീന്റെ തലമുറ, ദോഷവും വ്യഭിചാരവും വക്രതയും കൊണ്ട് നിറയപ്പെട്ട അശുദ്ധിയുടെ തലമുറയാകുന്ന കയീന്റെ തലമുറ. മറ്റൊന്ന് ശേത്തിന്റെ തലമുറ. ശേത്തിന്റെ തലമുറയുടെ സ്തോത്രം അത് 7-ാമനായ ഹാനോക്കും അതിനുശേഷം വരുന്നതായ നോഹ. അതേ സ്തോത്രം, ലോകത്തിൽ മുഴുവൻ വക്രത പെരുകിയിരിക്കുകയാണ്. മനുഷ്യന്റെ ചിന്ത വല്ലാത്ത പൊല്ലാത്തതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എല്ലാവരും ചിന്തയിൽ പാപം ചെയ്യുകയാണ്, ഈവിൾ ഇമാജിനേഷനിൽ ജീവിക്കുകയാണ്. ചിന്തിച്ച് സ്തോത്രം പകയും പിണക്കവുമാണ് ചിന്തിക്കുന്നത്, അശുദ്ധിയാണ് ചിന്തിക്കുന്നത്, പാപമാണ് ചിന്തിക്കുന്നത്, ഈവിൾ ഇമാജിനേഷനിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. സ്തോത്രം, ലോകം മുഴുവൻ അശുദ്ധിയിലായിരിക്കുന്നു. ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്ന ഒരു തോട് തിരുവനന്തപുരത്തുണ്ട്. പാർവതി പുത്തനാർ എന്ന് പറയുന്ന മറ്റൊരു തോടുണ്ട്. പല നദികൾ സ്തോത്രം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവ ഒഴുകുന്നത് പോലെ അഴുക്കം സ്തോത്രം പാപവും നിറയപ്പെട്ട് സമൂഹം ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർ മാത്രം ആ അഴുക്ക് ചാലിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധിയിൽ ആ സമൂഹത്തിനെ എതിർത്ത് ഇതാ സ്തോത്രം മുന്നോട്ട് പോകുകയാണ്. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, പാപം സ്തോത്രം സമൂഹത്തിൽ ഒഴുകുമ്പോൾ, അശുദ്ധി ഒഴുകുമ്പോൾ വിശുദ്ധിയിൽ നിൽക്കുന്നവൻ സമൂഹം പറയുന്നത് കേട്ട് അഡ്ജസ്റ്റ് ചെയ്തതല്ല അവൻ ജീവിക്കുന്നത്, സമൂഹത്തെ എതിർത്താണ് അവൻ ജീവിക്കുന്നത്. സമൂഹത്തിന് എതിരെ നീന്തുന്നവനാണ് വിശ്വാസി. ഒരിക്കൽ കൂടെ, സമൂഹത്തിന് എതിരെ നീന്തുന്നവനാണ് വിശ്വാസി. ജീവനുള്ള മത്സ്യം ഒഴുക്കിന് എതിരെ നീന്തുന്നത് പോലെ
Come on. ജീവനുള്ള മത്സ്യം ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെ. ആരാ വിശ്വാസി? വെള്ളയും ഇട്ടവനല്ല വിശ്വാസി, ആവരണം പറിച്ചവനല്ല വിശ്വാസി. പാപത്തിന് എതിരെ, സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരെ, ദൈവത്തിന്റെ കൃപയിൽ സമൂഹത്തിന് എതിരെ നീന്തുന്നവന്റെ പേരാണ് വിശ്വാസി. കമാൺ, നിന്റെ ഫ്രണ്ട്സിനെ പോലെ ജീവിക്കാതെ, ദൈവമില്ലാത്തവരെ പോലെ ജീവിക്കാതെ, പത്രവാർത്ത പറഞ്ഞ് ജീവിക്കാതെ, പകരം ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിച്ചാട്. യേശു കർത്താവ് ആ തലമുറയെ നോക്കി പറഞ്ഞു, നോഹ ജീവിച്ച തലമുറ. മത്തായി സുവിശേഷം 24-ാം അധ്യായം 37, 38, 39 വാക്യങ്ങളിൽ കർത്താവ് അന്ത്യകാലത്തെ, ഈ കാലത്തെ നോക്കി പറഞ്ഞു, നോഹയുടെ കാലം പോലെ ഒരു കാലം, നോഹയുടെ കാലം പോലെ ഒരു കാലം. കേൾക്കണം, 2022 നോഹയുടെ കാലം പോലെ ഒരു കാലം, നോഹയുടെ കാലം പോലെ ഒരു വല്ലാത്ത കാലം. സ്തോത്രം. റെബലിയസ് പീപ്പിൾ, റെബലിയസ് ജനറേഷൻ, അനുസരണയില്ലാത്ത ജനക്കൂട്ടം. ദൈവദാസന്മാരെ അനുസരിക്കുന്നില്ല, ഭർത്താവിനെ അനുസരിക്കുന്നില്ല, അധികാരികളെ അനുസരിക്കുന്നില്ല. റെബലിയസ് ജനറേഷൻ, റെബലിയസ് ഭൂതങ്ങൾ ജനത്തിൽ കുടിയിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. അതാണ് നോഹയുടെ കാലഘട്ടം. വീണ്ടും സ്തോത്രം. ഇറ്റ്സ് എ ജനറേഷൻ ഓഫ് പ്രിവേർഷൻ. അതൊരു വികൃതിയുടെ, അതെ, വികൃതമായിരിക്കുന്ന ഒരു തലമുറ. എല്ലാം പറവാൻ എനിക്ക് നേരമില്ല. നോഹയുടെ കാലത്തെ പോലെ ഒരു കാലമെന്ന് പറവാൻ ഏറ്റവും കുറഞ്ഞത് ഇതുപോലെയുള്ള 3 സെഷൻ എനിക്ക് ആവശ്യമാണ്. വൈകൃതം നിറഞ്ഞിരിക്കുന്നതായ അതേ തലമുറ. ഡ്രസ്സിങ്ങിൽ വൈകൃതമാണ്, ഹെയർ സ്റ്റൈലിൽ വൈകൃതമാണ്. സ്തോത്രം. അതേ, ജീവിത ശൈലിയിൽ വൈകൃതമാണ്. സ്തോത്രം. സകലത്തിലും വൈകൃതം നിറഞ്ഞിരിക്കുന്നതായ തലമുറ. അതുകൊണ്ടാണ് ആണിനോടും പെണ്ണിനോടും ചേർന്നുള്ളതായ വിവാഹങ്ങൾ. വൈകൃതം നിറഞ്ഞിരിക്കുന്ന തലമുറ. സ്തോത്രം. ദൈവദാസന്മാർ, പാശ്ചാത്യ ദേശങ്ങളിൽ ദൈവദാസന്മാർ, 2 ആണ് വന്നിട്ട് ഇപ്രകാരം പറയും, വി ഡിസൈഡഡ് ടു മാരി, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ദയവായി ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചാട്ടെ. 2 ആണാണ് പറയുന്നത്. ആ ദൈവദാസന്മാർ അത് ചെയ്തില്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവർ അറസ്റ്റിലാണ്, അവർ ജയിലിലാണ്. സ്തോത്രം. വല്ലാത്ത ഒരു തലമുറ. എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? പെണ്ണിനോട് ചേർന്നിരിക്കുന്ന തലമുറ. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന തലമുറ. സൃഷ്ടിയെ വെല്ലുവിളിക്കുന്നതായ തലമുറ. ആഴ്ചകൾക്ക് മുമ്പ് ഒരു പെണ്ണിനെ ഞാൻ കണ്ടപ്പോൾ പട്ടി നക്കിയതുപോലെ അവൾ നിൽക്കുകയാണ്. സ്തോത്രം. ചുരുണ്ടതെല്ലാം, അതെ, നീളമായതെല്ലാം ചുരുണ്ടും, സ്തോത്രം, അതെ, പട്ടി നക്കിയതുപോലെ നിൽക്കുകയാണ്. കെയർഫുൾ. സ്തോത്രം. കാരണം ദൈവം സൃഷ്ടിച്ചു വിട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏത് സ്വർഗത്തിലാണ് നീ പോകുന്നത്? നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തൊരു ശാന്തത! നിങ്ങളുടെ ദശാംശവും സ്വതകാഴ്ച എനിക്ക് വേണ്ട. നീ തൊലിക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? നീ അകത്തെ മനുഷ്യന് വേണ്ടിയാണോ ജീവിക്കുന്നത്? സ്തോത്രം. നീ പുറത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? കർത്താവിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? മനുഷ്യനെ നിനക്ക് മറക്കാൻ കഴിയും, അഗ്നി ജ്വാലക്കത്ത കണ്ണോട് കൂടിയവനായ ക്രിസ്തുവിനെ നിനക്ക് മറക്കാൻ കഴിയത്തില്ല. കാരണം യേശു വരുന്നു. ഈ 1-ാമത്തെ ഞായറാഴ്ച തന്നെ മാനസാന്തരം ഉണ്ടാകട്ടെ. വെളുത്തതെല്ലാം കറുപ്പിക്കുന്നു, കറുത്തതെല്ലാം വെളുപ്പിക്കുന്നു. ഇന്നലെ സ്തോത്രം ഷിക്കാഗോയിലുള്ള ഒരു കുടുംബമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. സ്തോത്രം ഒരു പ്രകാരമാണ് പറഞ്ഞത്. ബ്രദർ, ഇന്ന് പാശ്ചാത്യ ദേശത്ത്, അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് സെക്സ് കൺഫ്യൂഷൻ, ജെൻഡർ കൺഫ്യൂഷൻ. രാവിലെ എണീക്കുമ്പോൾ സ്തോത്രം, അതേ, സുഖുവിന് തോന്നുകയാണ്, സുകുമാരന് രാവിലെ തോന്നുകയാണ്, അയ്യോ ഞാൻ സുകുമാരനാണോ, ഞാൻ സുകുമാരിയാണോ, ഞാൻ ആണാണോ അതോ ഞാൻ പെണ്ണാണോ? സ്തോത്രം. എന്നിട്ട് സുകുമാരിയാകാൻ അവൻ പോയി ഹോസ്പിറ്റലിൽ പോയി പറയുന്നു, എൻ്റെ ജെൻഡർ ഒന്ന് മാറ്റിയാട്ടെ. ബി കെയർഫുൾ. അറ്റ്ലാന്റിക് കടന്ന് സകല ഭൂതങ്ങളും നമ്മുടെ ദേശത്തും വരുന്ന ദിവസങ്ങളാണിത്. ബി കെയർഫുൾ. സ്തോത്രം. നിനക്ക് ഉഴപ്പാൻ കഴിയത്തില്ല. തീയുള്ളവൻ ആളി കത്തിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവൻ നന്നായി പ്രാർത്ഥിക്കട്ടെ. ഈ അന്ത്യകാലത്ത് നീയും നിന്റെ തലമുറയും പിടിച്ചു നിൽക്കണമെങ്കിൽ, ഗിയർ ചേഞ്ച് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നീ ജീവിക്കുന്നത് പുറത്തെ മനുഷ്യന് വേണ്ടിയാണോ? നീ ജീവിക്കുന്ന ലോകത്തിന് വേണ്ടിയാണോ? നീ ജീവിക്കുന്ന കർത്താവിന് വേണ്ടിയാണ്. യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുൻപായി പോകും, ഞാൻ നിനക്ക് മുൻപായി പോയി പലതും പ്രിപ്പയർ ചെയ്യും. പക്ഷേ തോന്നിയതുപോലെ ജീവിക്കുന്നവനല്ല, തോന്നിയതുപോലെ ആയിരിക്കുന്നവനല്ല, ചേർന്ന് നടക്കുന്നവന് വേണ്ടി. നഖവും മാംസവും പോലെ അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ, യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, യേശുവിനോട് ചേർന്ന് ആയിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി അവൻ നിങ്ങൾക്ക് മുൻപായി കടന്നു പോകുന്നു. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം, അതെ, ഈ തലമുറയ്ക്ക് തോന്നുന്നു, ഞാൻ ഷാജിയാണോ, ഞാൻ ഷീലുവാണോ,
ഞാൻ മഞ്ജു ആണോ, ഞാൻ മാത്യു ആണോ? മാത്യുവിനെ പഠിക്കാൻ പറ്റത് 6 മാസം കഴിഞ്ഞപ്പോൾ മാത്യുവിനൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ മഞ്ജു ആയാൽ എങ്ങനെ ഇരിക്കും? മാമേ ഐ ബിക്കം മഞ്ജു എന്ന് പറയുന്ന വല്ലാത്ത തലമുറ നോഹയുടെ കാലം പോലെ വൈകൃതത്തിൻ്റെ തലമുറ. ഈ തലമുറ ഒരു വൈകൃതത്തിൻ്റെ തലമുറ. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം ഉറങ്ങിയാണോ? അന്ത്യകാലത്ത് സാത്താൻ മുഴുവൻ ആയുധം എടുത്ത് നരകം തുറന്ന് കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം താടിക്ക് കൈ കൊടുത്ത് അയ്യോ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പരാജയം പറയുന്നവനാണോ? നോ, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. തിരുവനന്തപുരം ദേശാധിപതി കേൾക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം ഒരിക്കലും പരാജയത്തിന്റെ ദൈവമല്ല. പകരം കർത്താവ് പറഞ്ഞു, ഈ അന്ത്യകാലത്ത് in the last days I will pour my spirit upon every flesh. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. രണ്ട് കരങ്ങൾ അടിച്ചു വായ്കളെ തുറന്ന് ശബ്ദമുയർത്തി ജനം ദൈവത്തെ സ്തുതിച്ചാണ്. വായി തുറന്ന് ഇരു കരങ്ങൾ അടിച്ച എല്ലാ കുട്ടികൾ, എല്ലാ സഹോദരി സഹോദരന്മാർ, യെസ് 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 യെസ്. നുഖങ്ങൾ ഓടയട്ടെ, നുഖങ്ങൾ ഓടയട്ടെ, ചങ്ങലകൾ ഓടയട്ടെ, പിശാചിന്റെ സ്ട്രാറ്റജികൾ പൊളിയട്ടെ, പൈശാചിക പദ്ധതികൾ അതെ പൊളിയട്ടെ. സ്കൂളുകളിൽ നിന്ന് പൊളിയട്ടെ, ഹൈസ്കൂളുകളിൽ നിന്ന് പൊളിയട്ടെ, കോളേജിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പൊളിയട്ടെ, ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പൊളിയട്ടെ. സാത്താന്യ പള്ളിക്കാരന്റെ സകല പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. എല്ലാ ഇലുമിനാറ്റി അജണ്ടകളും യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. എല്ലാ ഫ്രീമേസൺ അജണ്ടകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. എല്ലാ മന്ത്രവാദിയുടെ അജണ്ടകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. എല്ലാ അന്തിക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ ഈ വെബ് സ്ട്രീമിൽ നിന്ന് ഓടി മറയട്ടെ. ഫയർ ഈസ് ഫാളിംഗ്. ഈ വീഴുന്നു ചേർന്ന് നടന്നാട്. നോഹയുടെ കാലം പോലെ ഒരു കാലത്ത് ഒരു വല്ലാത്ത തലമുറയിൽ, ഒരു വൈകൃതത്തിന്റെ തലമുറയിൽ, ഒരു നിഗളിക്കുന്ന തലമുറയിൽ, അനുസരണയില്ലാത്ത തലമുറയിൽ, സഭയിൽ അനുസരണയില്ല, വീട്ടിൽ അനുസരണയില്ല, പാരന്റ്സിന്റെ മുൻപിൽ അനുസരണയില്ല, അനുസരണയില്ലാത്ത തലമുറയിൽ 2 പേർ ഇതാ ദൈവത്തോട് ചേർന്ന് നടക്കുന്നു. ഞാൻ പറയട്ടെ, മലവെള്ള പാച്ചിൽ പോലെ ഉരുൾപൊട്ടി മലവെള്ളം ഒഴുകുന്നത് പോലെ പാപം ഒഴുകുന്ന സമയത്ത് കഷ്ടപ്പെട്ട് 2 പിടിച്ചു നിന്ന് ദൈവത്തോട് ചേർന്ന് നടക്കുന്നു. കമോൺ, വില കൊടുത്ത് ദൈവത്തോട് ചേർന്ന് നടന്നാട്ടെ. പറയുന്ന ഞാനും കേൾക്കുന്നു നീയും വ്യത്യസ്തരായി അപ്പച്ചനോട് ചേർന്ന് നടന്നാട്ടെ. ആ നടപ്പൊരു സൂപ്പർ നാച്ചുറൽ നടപ്പാ. ആ നടപ്പ് ആർത്തരയ്ക്കുന്ന കടലിന് മുകളിൽ നടന്നതുപോലെയുള്ള നടപ്പ്. വീശുന്ന കാറ്റിനും തിരമാലയ്ക്കും മുകളിൽ പത്രോസ് കർത്താവിന്റെ കൈ പിടിച്ചും നടന്നു എങ്കിൽ, അന്നും നടന്നുവെങ്കിൽ ഇന്നും നടക്കുവാൻ കഴിയും. വിശുദ്ധിയിൽ നടക്കാൻ കഴിയും. നേരോടെ നടപ്പാൻ കഴിയും. കർത്താവിൽ നടക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്. ബൈബിൾ ബേസ്ഡ് ആയി, സ്പിരിറ്റ് ഫിൽഡ് ആയി യേശുവിനോട് കൂടെ നടന്നാട്. 2 പദം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 സ്തോത്രം, ആത്മാവിൻ്റെ നിറവിൽ യേശുവിനോട് കൂടെ നടന്നാട്ടെ. യേശുവിനോട് കൂടെ നടക്കുന്നവന് സ്തോത്രം. അംബക്കർ എഴുതി പിടിപ്പിച്ചത് നോക്കിയല്ല അവൻ നടക്കുന്നത്. സ്വർഗത്തിൽ എന്തെങ്കിലും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അവൻ നടക്കുക. ദൈവത്തിൻ്റെ വചനം നിന്റെ കാലിന് ദീപവും, ബാക്കി പറ, പാതയ്ക്ക് പ്രകാശമാണ്. ഇത് കേൾക്കാനുള്ളതല്ല, ഇത് പ്രസംഗിക്കാനുള്ളതല്ല, ഇത് അനുസരിക്കാനുള്ളതാണ്. ഇത് ജീവിക്കുന്ന പുസ്തകമാണ്. സ്തോത്രം. യേശുവിനോട് ചേർന്ന് നടക്കുന്നവൻ ഈ പുസ്തകം അനുസരിച്ചാണ് ദൈവകൃപയാൽ നടക്കുന്നത്. അവൻ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. അതെ, ലോക്കൽ പോലീസ് അല്ല, പകരം നിന്റെ അകത്തിരിക്കുന്ന തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവായിരിക്കും നിന്നെ ദൈവത്തിന്റെ കൃപയാൽ നിയന്ത്രിക്കുന്നത്. ബൈബിൾ ബേസ്, സ്പിരിറ്റ് ഫിൽഡ്, ദൈവകൃപയാൽ നടന്നാട്ടെ. സ്വർഗം ഇന്ന് പകൽക്കാലം അതെ നിന്നെ കുനിഞ്ഞു നോക്കുന്നു. കോടാനുകോടി ദൂതന്മാരുടെ നടുവിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നോക്ക് നോക്ക് നോക്ക്, എൻ്റെ മകളെ നോക്ക്, എൻ്റെ മകനെ നോക്ക്. ഈ തലമുറയിൽ 2022 ഹാനോക്കാണവൻ, 2022 നോഹയാണവൻ. ഓ, നോഹ നടന്നതുപോലെ, ഹാനോക്ക് നടന്നതുപോലെ അവൻ ക്യാൻസർ അല്ല ചുമന്ന് നടക്കുന്നത്, ഒമിക്രോൺ അല്ല ചുമന്ന് നടക്കുന്നത്. എൻ്റെ മഹത്വത്തെ, എൻ്റെ പദ്ധതിയെ, എൻ്റെ പ്രവൃത്തിയെ, എൻ്റെ അഭിഷേകത്തെ, എൻ്റെ സാന്നിധ്യത്തെ അവൻ ചുമന്ന് നടക്കുന്നു. Come on, let us walk with the Lord. 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക.
I guarantee you, ഇന്ന് പകൽക്കാലം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഓടിക്കൂടിയത് സ്തോത്രം എൻ്റെ മരമോന്തായം കാണാനല്ല, എൻ്റെ കാട്ടാക്കട മലയാളം കേൾക്കാനുമല്ല. നിങ്ങൾ എൻ്റെ മുൻപിൽ ഓടിക്കൂടിയത് ബ്രദർ സുരേഷ് ബാബു ചോദിക്കുന്നതായ ഒരു അഭിഷേകമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ നോക്കി അസൂയ കൂടാതെ പറയട്ടെ, കുഞ്ഞെ, നിന്നെ മാനിക്കുന്നത് അഭിഷേകമാണ്. നിന്നെ മാനിക്കുന്നത് അഭിഷേകമാണ്. നിന്നെ മാനിക്കുന്നത് അഭിഷേകമാണ്. നിന്നെ മാനിക്കുന്നത് അഭിഷേകമാണ്. നിന്നെ എത്തിക്കുന്നത് നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല. നിന്നെ എത്തിക്കുന്നത് നിന്റെ കുടുംബമല്ല. നിന്നെ എത്തിക്കുന്ന കോടികളെ സമ്പാദ്യമല്ല. ഇന്ന് പകൽക്കാലം ഈ വർഷം ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, ഞാൻ നിന്നെ മാനിക്കുന്ന വർഷമാണ്. ഞാൻ നിന്നെ മാനിക്കുന്നത്. ദൈവത്തിന് ആത്മാവിനെ പറയാനുള്ളത്, അപമാനിക്കുന്നവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിപ്പാൻ വേണ്ടി പോകുന്നു. അപമാനിക്കുമെന്ന് വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. അപമാനിക്കുന്നവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കുന്നത്. അപമാനിക്കുന്നവരുടെ നടുവിൽ എന്റെ അഭിഷേകം തന്ന് ഞാൻ നിന്നെ മാനിക്കുക. ബ്രദർ സുരേഷ് ബാബു അതിന് വാക്യമുണ്ടോ? ചുമ്മാ ഹൈപ്പാണോ പറയുന്നത്? ഞാൻ പറയുന്ന ഓരോ സെന്റൻസും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനമായിരിക്കും. അത് നിർബന്ധമായ കാര്യമാണ്. അല്ലാതെ സ്തോത്രം തിങ്കളാഴ്ച കഴുതിയാകല്ല. തിങ്കളാഴ്ച കഴുതയ്ക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റില്ല. അയ്യോ, അതെന്തോ തിങ്കളാഴ്ച കഴുത അപമാനിക്കപ്പെട്ടു. ഞായറാഴ്ച കഴുത മാനിക്കപ്പെട്ടു. തിങ്കളാഴ്ച കഴുത അപമാനിക്കപ്പെട്ടു. ഞായറാഴ്ച കഴുത സ്തോത്രം അതേ മാനിക്കപ്പെട്ടു. ഞായറാഴ്ച കഴുത ഒറ്റയ്ക്കല്ല യെരൂശലേമിൽ വന്നത്, ഒരുത്തനെ ചുമന്നുകൊണ്ടാണ് ഞായറാഴ്ച കഴുത വന്നത്. ഒരു ഞായറാഴ്ച കഴുത ഒറ്റയ്ക്കല്ല വന്നത്. സ്തോത്രം, ഒരുവനെ ചുമക്കേണ്ടവനെ പാരമ്പര്യ ശാപമല്ല, പാരമ്പര്യ ബന്ധനമല്ല, ചുമക്കേണ്ടവനെ ചുമന്നുകൊണ്ടാ. ഓ ഗ്ലോറി. അങ്ങനെയുള്ള ആരൊക്കെ വന്നിട്ടുണ്ട്? അങ്ങനെയൊക്കെ ഒരു കൂട്ടം എൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകരം സ്തോത്രം, അപ്പൻ്റെ ക്യാൻസറും അമ്മയുടെ ഡയബറ്റിക്കും കുടുംബ ശാപവും അല്ല നീ ചുമക്കുന്നത്. നിന്റെ തോളിൽ ഒരുവൻ ഇരിപ്പുണ്ട്. ചുമക്കേണ്ടവനെ ചുമന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നീ മാനിക്കപ്പെടുക. ആ ഡിപ്പാർട്ട്മെന്റിന്റെ നടുവിൽ നിനക്ക് മാന്യതയുണ്ട്. ഇത് നിന്റെ വർഷമാണ്. എഴുതിയിട്ട് കാണാതെ പഠിച്ചോട്ടെ. നിന്റെ പുതിയ ഡയറിയിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയെടുത്തോട്ടെ, ഇതെന്റെ മാന്യതയുടെ വർഷമാണ്. ഇയർ ഓഫ് ഡിവൈൻ അച്ചീവ്മെന്റ്സ്. ഓ ഹല്ലേലൂയ. ഇതെന്റെ വർഷമാണ്. എൻ്റെ ഈ വർഷത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഡിവൈൻ അക്കോംപ്ലിഷ്മെന്റ്. ഞാൻ വീണ്ടും പറയും, ഡിവൈൻ അക്കോംപ്ലിഷ്മെന്റ്. ഇതെന്റെ ഒരു കൂട്ടം അച്ചീവ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അക്കോംപ്ലിഷ്മെന്റ് എന്നിലൂടെ വെളിപ്പെടുന്നത്. ആരാ സ്തോത്രം പറഞ്ഞേ? ഒരു കൂട്ടം അച്ചീവ്മെന്റ്സ്. കുട്ടി, ഒരു കൂട്ടം നിന്റെ കോളേജിൽ അച്ചീവ്മെന്റ്സ്, ഒരു കൂട്ടം നിന്റെ സ്കൂളിൽ അച്ചീവ്മെന്റ്, നിന്റെ ഓരോ പ്ലാറ്റ്ഫോമും സാധാ മിനിസ്ട്രി അല്ല, അച്ചീവ്മെന്റ്സ്. ഒരു കൂട്ടം അച്ചീവ്മെന്റ്സ് വെളിപ്പെടുന്നത് കൊണ്ട് ഈ വർഷത്തെ നിഷ്പ്രയാസം വിളിച്ചു പറ, ഇതെന്റെ അക്കോംപ്ലിഷ്മെന്റിന്റെ വർഷമാണ്. ഇത് ഞാൻ പലതിനെ കൈവരിക്കുന്ന വർഷമാണ്. യെസ്, ഹല്ലേലൂയ. ഞായറാഴ്ച കർത്താവ് കഴുതയെ അഴിച്ച് അതിൻ്റെ പുറത്തിരുത്തി യേശു കർത്താവിനെയും ചുമന്നുകൊണ്ട് ആ കഴുത യെരൂശലേമിലേക്ക് വരികയാണ്. ജനം ചുറ്റും നിന്നവർ ഹോശന്ന പാടി. കഴുത പറഞ്ഞു, എന്ത് നല്ല സ്വരം, എൻ്റെ കഴുത രാഗത്തെക്കാൾ നല്ല രാഗം, എൻ്റെ ചുറ്റും നല്ല ഹോശന്ന പാട്ട് കേൾക്കുന്നു. ഓ, എന്ത് നല്ല നടപ്പ്. ഇതുവരെ കല്ലിൻ്റെ മുന്നിലൂടെ നടന്നെങ്കിൽ അവിടെ മേൽ വസ്ത്രം ചവിട്ടി ഞാൻ ഇതാ നടക്കുന്നു. നല്ല സ്തോത്രമതെ, നല്ല സ്തോത്രമതെ പാട്ട് ഞാൻ കേൾക്കുന്നു. ഒരു കഴുതയെ പോലും യെരൂശലേമിനുള്ളിൽ പ്രവേശിക്കത്തില്ല. പക്ഷേ ആ ഞായറാഴ്ച കാര്യങ്ങൾ വ്യത്യസ്തമായി. യേശുവിനെ ചുമന്ന് നടന്നാൽ നിന്റെ കാര്യം വ്യത്യാസമായിരിക്കും. യേശുവിനെ ചുമന്ന് നടന്നാൽ അവന് കിട്ടിയില്ല കേട്ടോ, എവന്റെ ലിസ്റ്റിൽ പേരില്ല കേട്ടോ, മറ്റവനെ സ്റ്റാമ്പ് ചെയ്തില്ല കേട്ടോ. Come on, whom shall believe the report of the Lord? ദൈവത്തിന്റെ റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. അവനും അവർക്കും ഇല്ലായിരിക്കാം, പക്ഷേ ഈ വർഷം ദൈവത്തെ സേവിക്കും. ഈ വർഷം ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള പ്രത്യക്ഷമായ മാറ്റം തമ്പുരാൻ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു.
അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, അതെൻ്റെ കാര്യമാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, അതെൻ്റെ കാര്യമാണ്, ഈ എൻ്റെ കാര്യമാണ്. സ്തോത്രം. അത് അവർക്കില്ലായിരിക്കാം, ഓരോ കഴുതിയെപ്പോലും അങ്ങോട്ട് കയറ്റത്തില്ല. പക്ഷെ ഈ കഴുതയുടെ മുൻപിൽ ആ വാതിൽ തുറക്കപ്പെട്ടു. ആ കഴുത പറയും, എൻ്റെ കുടുംബത്തിൽ ഒത്തിരി വമ്പൻ കഴുതകൾ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സ്തോത്രം കുടുംബത്തിൽ ഒത്തിരി താടിയും കഴുതകൾ ഉണ്ടായിരുന്നു. അവിടെ മുൻപിൽ തുറക്കപ്പെടാത്ത വാതിൽ എൻ്റെ മുൻപിൽ ഇത് തുറക്കപ്പെട്ടു. കഴുതയെ നിന്റെ രാഗം കൊണ്ടല്ല, നിന്റെ ഭാവം കൊണ്ടല്ല, നീ കഴുതയായത് കൊണ്ടല്ല, പകരം ഒരുവനെ നീ ചുമക്കുന്നുണ്ടായിരുന്നു. നിന്റെ മേലെ ഇരിക്കേണ്ടവൻ ഇരിക്കുന്നെങ്കിൽ ഒറ്റ വാതിലും നിന്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. യേശുവിനോട് ചേർന്നും നടന്നാട്ടെ, അവൻ്റെ സാന്നിധ്യം ചുമന്ന് നടന്നാട്ടെ. ഇത് സൺഡേ പരിപാടി അല്ല. വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന കരങ്ങളെ അടിച്ചവന് മഹത്വം കൊടുത്താട്ടെ. ഈ തലമുറയിൽ നിനക്കൊറ്റയ്ക്കും നടക്കാൻ കഴിയത്തില്ല. Come on, let us carry the presence of God Almighty. Let us carry the glory. അവൻ്റെ മഹത്വം ചുമന്ന് നടന്നാട്ടെ, ദൈവ സാന്നിധ്യം ചുമന്ന് നടന്നാട്ടെ. ഈ തലമുറയെ, ഈ കുട്ടികളെ നോക്കി ഞാൻ പറയുന്നു, അപൂർവമല്ല അത്യപൂർവമായ വാതിലുകൾ, അപൂർവമല്ല അത്യപൂർവമായ വാതിലുകൾ യേശുവിൻ നാമത്തിൽ 2022 തുറക്കപ്പെടട്ടെ. ഞായറാഴ്ച വാതിൽ തുറക്കപ്പെട്ടു. ഞായറാഴ്ച ഭയങ്കര ബഹളമായിരുന്നു. ഞായറാഴ്ച ഭയങ്കര സന്തോഷമായിരുന്നു. ഞായറാഴ്ച ഭയങ്കര ഹോശനയായിരുന്നു. ഞായറാഴ്ച ഭയങ്കര വെൽക്കമായിരുന്നു. ഞായറാഴ്ച ഭയങ്കര ആദരവായിരുന്നു. സ്തോത്രം. ഞായറാഴ്ച കഴിഞ്ഞു. യേശു കർത്താവ് ഇറങ്ങിപ്പോയി, ശിഷ്യന്മാരും പോയി, പുരുഷാരും പോയി. കഴുത ചെന്ന് കിടന്നുറങ്ങി. സ്തോത്രം. കഴുത ചെന്ന് കിടന്നുറങ്ങിയിട്ട് തിങ്കളാഴ്ച ഗുഡ് മോർണിംഗ് ആയി. സ്തോത്രം. തിങ്കളാഴ്ച ഗുഡ് മോർണിംഗ് ആയി. യേശു പോയത് കഴുത ഓർത്തില്ല. ഇന്നലത്തെ കിക്കിലായിരുന്നു. ഇന്നലത്തെ കിക്ക് കഴിഞ്ഞ സ്തോത്രം ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ മദ്യം ഒഴുകിയത് കേരളത്തിൽ. പേപ്പറുകാരൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മദ്യം ഒഴുകിയത് 31-ാം തീയതി രാത്രി. അതിൻ്റെ കിക്ക് പലർക്കും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിൻ്റെ കെട്ട് പലർക്കും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സ്തോത്രം. ഇന്നലത്തെ സെലിബ്രേഷൻ്റെ കെട്ട് കഴുതയ്ക്ക് വിട്ടുമാറിയില്ല. കഴുത പറഞ്ഞു, ഇന്നലെ പോയ വഴിയെ ഇന്നും പോകാം. ആ വഴികളിലൂടെ നോക്കുമ്പോൾ ആ കഴുതി ആരും മൈൻഡ് ചെയ്യുന്നില്ല. പാടാനാരുമില്ല, ആടാനാരുമില്ല. കഴുത നേരെ നടന്ന് തിങ്കളാഴ്ച കഴുത. എന്തോ കഴുത പറഞ്ഞോട്ടെ, ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ. തിങ്കളാഴ്ച കഴുത. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, അബദ്ധം പറ്റല്ലേ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, അബദ്ധം പറ്റല്ലേ. തിങ്കളാഴ്ച കഴുത. അബദ്ധമായിരുന്നു, ഭയങ്കര അബദ്ധം. തിങ്കളാഴ്ച എന്ന് സ്തോത്രം. ആ വാതിലിൻ്റെ അരികിൽ നിന്നപ്പോൾ ആ കാവൽക്കാർ പെട്ടെന്ന് കഴുതേ അടിച്ചോടിച്ചു. പലരും അടിച്ചോടിച്ചു. ഇവിടെ വേക്കൻസി ഇല്ല, ഇത് ലിസ്റ്റ് തീർന്നു പോയി, ഡേറ്റ് കഴിഞ്ഞു പോയി, ഏജ് ഓവറായിപ്പോയി, ഓവർ ക്വാളിഫൈഡ് ആയിപ്പോയി, അല്ലെ ലെസ് ക്വാളിഫൈഡ് ആണ്. പലരും അടിച്ചോടിക്കുകയാണ്. യേശുവില്ലാതെ കഴിഞ്ഞ വർഷങ്ങളിൽ അടിച്ചോടിച്ചു എങ്കിൽ, യേശുവില്ലാതെ കഴിഞ്ഞ മാസങ്ങളിൽ വാതിലുകൾ കൊട്ടിയടച്ചുവെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ സഭായോഗ വ്യത്യാസമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നവൻ നിന്നെ ചാർജ് ചെയ്യുകയാണ്. ഇന്നവന്റെ മഹത്വം നിന്റെ മേൽ കടന്നു വരികയാണ്. ഇന്ന് ചുമക്കേണ്ടവനെ നീ ചുമക്കുകയാണ്. നിന്റെ ലേബൽ മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇനിമേല നീ അങ്ങോട്ട് വിളിച്ചിട്ടല്ല, അവർ നിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്. എഴുതിയെടുക്ക. കമോൺ. യേശുവിന്റെ നാമത്തിൽ ഇനി നീ അങ്ങോട്ട് തള്ളിയിട്ടല്ല. ഈ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ. മേ ബി യു ആർ എ പ്രീച്ചർ ഓർ എ പ്രോഫറ്റ്. നീ ദേവദാസനായിരിക്കും, നീ വിദ്യാർത്ഥിയായിരിക്കും. പലർക്കും നിന്നെ അവോയ്ഡ് ചെയ്യാൻ കഴിയത്തില്ല. പലർക്കും നിന്നെ അവോയ്ഡ് ചെയ്യാൻ കഴിയത്തില്ല. ആ പ്രൊഫസറിന് നിന്നെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. ആ കോളേജിന് നിന്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. ആ വ്യക്തിക്ക് നിന്നെ തള്ളുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേലിരിക്കുന്നത് ഭൂതമല്ല, ശാപമല്ല, ഓ ദൈവ സാന്നിധ്യമത്രേ. ദൈവ സാന്നിധ്യം. രണ്ട് കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. ദൈവ സാന്നിധ്യം. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഇത് സൈക്കോളജി അല്ല, ഫിലോസഫി അല്ല, സോഷ്യോളജി അല്ല, ഇന്റലക്ച്വൽ നോളജ് അല്ല. നിനക്ക് വേണ്ടിയത് റെവലേഷൻ നോളജ് ആണ്.
നിനക്ക് വേണ്ടി ഇത് ദൈവത്തിൻ്റെ വെളിപ്പാട്. ഇരു കരങ്ങളെ ഉയർത്തി ടോപ്പ് ഓഫ് യുവർ ലങ് നിങ്ങളുടെ ഏറ്റവും വലിയ ശബ്ദത്തിൽ ശക്തിയോടെ വിളിച്ചു പറഞ്ഞാട്ടെ, എനിക്ക് വെളിപ്പാട് വേണം. പറ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. വെളിപ്പാടിന്റെ പാട്ട് പാട്, വെളിപ്പാടിൽ പ്രാർത്ഥിക്ക്, വെളിപ്പാടിൽ ജീവിക്ക്. വീട്ടിൽ ജീവിക്കാതെ കർത്താവിന്റെ വെളിപ്പാടിൽ ജീവിക്ക്. നീ സക്സസ് ആയിരിക്കും. വെളിപ്പാടിൽ പണിയുന്നത് സ്തോത്രം യെരൂശലേം ദൈവസഭ സ്വന്തം മാനത്തിന് വേണ്ടി പണിയുന്നത് ബാബേൽ ടവർ. ഞാനതിലേക്ക് വീണ്ടും കടന്നു വരും. അതുകൊണ്ട് വെളിപ്പാടാണ് ആവശ്യം. അപ്പോസ്തലനായ പൗലോസ് ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരിൽ നിന്ന് തലമുറയായിട്ടുള്ളതായ സ്തോത്രം അതേ ഫിലോസഫി, തത്വചിന്ത, തത്വജ്ഞാനം പൗലോസിനും നന്നായിട്ട് കൈകാര്യം ചെയ്യുവാൻ അറിയാം. പക്ഷേ റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ തുടങ്ങി ഒരൊറ്റ ലേഖനത്തിൽ സ്തോത്രം നിങ്ങൾക്ക് തത്വചിന്തയെ അപ്പോസ്തലനെടുത്ത് അമ്മാനമാടിയത് കാണുവാൻ തെക്കൊണ്ട് കഴിയത്തില്ല. പകരം അവനെ പറവാൻ തെക്കൊണ്ട് കഴിയുന്നത് അക്ഷരമല്ല, ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ ശബ്ദമാകുന്ന വെളിപ്പാടാണ് താൻ പറഞ്ഞത്. 1 കൊരിന്ത്യർ 11:23 താൻ പറയുന്നു, ഐ റിസീവ് ഫ്രം ദ ലോർഡ് ആൻഡ് ഗിവിംഗ് അൺടു യു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. കർത്താവിൽ നിന്ന് താൻ പ്രാപിച്ചത് ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് കണ്ടുപഠിച്ച അക്ഷരം അല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ഇന്ന് പകലും ജീവിപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വന്നേ യുവ പ്രാസംഗന്മാരെ, ഈ തലമുറ നീ വായി തുറക്കുമ്പോൾ വെളിപ്പാടിന്റെ ശബ്ദം ഒഴുകുമാറാകട്ടെ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നിന്റെ പ്രാർത്ഥന വെളിപ്പാടിൻ്റെതാകട്ടെ. നിന്റെ കുടുംബ പ്രാർത്ഥന പോലും വെളിപ്പാടിൻ്റെതാകട്ടെ. ഇന്നലത്തെ പോലെ നിനക്ക് ഇന്ന് പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. ഇന്നത്തെ പോലെ നാളെ നിനക്ക് സ്തുതിപ്പാൻ തക്കൊണ്ട് കഴിയത്തില്ല. നീ മാറുകയാണ്, നിന്റെ ശബ്ദം മാറുകയാണ്, നിന്റെ സ്തുതി മാറുകയാണ്, ആരാധന മാറുകയാണ്. Come on in Jesus name. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 2 കരങ്ങളെ അടിച്ച് ആത്മാവിന്റെ ജീവനായി ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചേ. യേശുവിനോട് ചേർന്ന് നടക്കുക. കണ്ടീഷൻ അതാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വെളിപ്പാടുകാരനായിരിക്കും. യേശുവിനോട് ചേർന്ന് നടന്ന 3.5 വർഷം യേശുവിനോട് ചേർന്ന് നടന്നവരെ നോക്കി യേശു പറയുന്നു, യേശുവിനോട് ചേർന്ന് നടന്നവരെ നോക്കി പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകുന്നു. വളരെ ശ്രദ്ധിക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഭയങ്കരമായ എന്നെ സ്പർശിച്ച ഒരു വാക്യമാണിത്. 32 വാക്യം. എന്നാൽ ഞാൻ ചിലപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ ഒരു പക്ഷേ ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ നിങ്ങൾക്ക് മുൻപായി എന്നല്ല യേശു പറഞ്ഞത്. ഒത്താൽ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്. സ്തോത്രം, ഭാഗ്യം. 6 മാസം ഇത് പിന്നെ മഴയില്ല. ഹല്ലേലൂയ. ബാധ ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്കുക. സ്തോത്രം. യേശു പറഞ്ഞത് ഒത്താൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എങ്കിൽ എന്നല്ല. 4 സുവിശേഷം വായിക്കുമ്പോൾ എവിടെയാണോ കർത്താവ് മരണം പറഞ്ഞത്, തൊട്ട് താഴെ ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനായ യേശു ഉയർപ്പും പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ഫേസ്ബുക്കുകാരും കേൾക്കട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനായ ദൈവപുത്രനായ യേശു. ആർക്കിട്ടാ പറയുന്ന? കേൾക്കേണ്ടവർക്കാ കേൾക്കേണ്ടത്. സ്തോത്രം. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാകുന്ന നാസറേനായ യേശു. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാകുന്ന നാസറേനായ യേശു. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായ യേശു. അവന് ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും അവരെയും എവരെയും ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് മാത്രമല്ല പ്രവചിച്ചത്, അവൻ തന്നെ കുറിച്ചും പ്രവചിച്ചു. ഐ ഷാൽ റൈസ് അഗൈൻ. ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം അടൂരുള്ള മറ്റേ പ്രവാചകനല്ല വരേണ്ടത്, മറ്റേ കോട്ടയത്തുള്ള മറ്റേ അച്ചാച്ചന്മാരല്ല നിന്റെ അടുക്കൽ വന്ന് പറയേണ്ടത്. നീ തന്നെ പറ. നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആ കണ്ണാടിയുടെ മുൻപിൽ നിന്നിട്ട് നീ തന്നെ പറ. നിന്റെ പേര് പറഞ്ഞിട്ട് പറയാ, സുരേഷേ ഇതല്ലടാ, നിനക്കൊരു ഉദ്ധാരണമുണ്ട്, നിനക്കൊരു ഉയർപ്പുണ്ട്. നിന്റെ പേര് പറഞ്ഞിട്ട് പറ. നിന്റെ അവസ്ഥ ഇങ്ങനെയല്ല, നിന്റെ വീട് ഇങ്ങനെയല്ല, നിന്റെ മക്കൾ ഇങ്ങനെയല്ല. സാഹചര്യം നോക്കി
നോക്കി സാഹചര്യത്തെ എതിർത്ത് പറഞ്ഞാട്ടെ, ആരോഗ്യം ഇങ്ങനെയല്ല, അവസ്ഥ ഇങ്ങനെയല്ല. ഐ ഷാൽ റൈസ് അഗൈൻ. മരണം പറയല്ല, നിരാശ പറയല്ല, തിന്മ പറയല്ല, നഷ്ടം പറയല്ല. ഇന്ന് പകൽക്കാലം എൻ്റെ വിഷയം അതല്ലെങ്കിലും ഞാൻ ഇതാ ആത്മാവിൽ കാണുന്നു, നിന്റെ താഴ്വരയിൽ ഒരു ചലനം, നിന്റെ താഴ്വരയിൽ ഒരു ചലനം, അസ്ഥികളിൽ ഒരു ചലനം, കാരണം ആരാണ്ട് അസ്ഥികളെ നോക്കി ഇന്ന് പകൽ പ്രവചിച്ചു തുടങ്ങുന്നു. യെസ്, ചേരേണ്ടത് ചേരട്ടെ, ഞരമ്പുകൾ വരട്ടെ, മാംസം ഉണ്ടാകട്ടെ, തൊക്കുകൊണ്ട് മൂടട്ടെ. കാറ്റിനോട് പ്രവചിച്ച് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ തിരുവനന്തപുരത്ത് സൈന്യമായി എഴുന്നേൽക്കട്ടെ. പ്രവചിച്ചാട്ടെ. സാഹചര്യം നോക്കി സ്തോത്രം, സാഹചര്യം പറയാതെ വിടുതൽ പറഞ്ഞാട്ടെ, അനുഗ്രഹം പറഞ്ഞാട്ടെ, ദൈവകൃപ പറഞ്ഞാട്ടെ, പഴിചാരാതെ പറഞ്ഞാട്ടെ. ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ വേണ്ടി പോകുന്ന കർത്താവ് പറയുകയാണ്, എന്നാൽ ഇതെല്ലാം ഉണ്ട്. ഇടയനെ വെട്ടും, ആടുകൾ ചിതറപ്പെടും. അയ്യോ, അണ്ണൻ എന്നെ വെട്ടും കേട്ട, അച്ചാച്ചൻ എന്നെ തള്ളും കേട്ട. അപ്പൊ എന്നാൽ 5 പേരെ നോക്കി പെട്ടെന്ന് പറഞ്ഞാട്ടെ, എന്നാൽ പറ 5 പേരെ നോക്കി പറ ആൻറ്റി. എന്നാൽ ആണി എടുക്കുന്നവനുണ്ട്, ചുറ്റിക അടിക്കുന്നവനുണ്ട്, ക്രൂശ് പണിക്കുന്നവനുണ്ട്, തള്ളിപ്പറയുന്നവനുണ്ട്, കൂടെ നിന്ന് കുതികാൽ വെട്ടുന്നവനുണ്ട്. അവന്മാരെ പണി ചെയ്യട്ടെ, അവന്മാരെ പണി ചെയ്യട്ടെ. എൻ്റെ ദൈവം എന്നിൽ തൻ്റെ പണി ചെയ്യട്ടെ. എന്നാൽ എന്നാലിനെ നന്നായി ഒരു വട്ടത്തിൽ ആക്കിയാട്ടെ. നീ സകല മനുഷ്യന്റെ വട്ടത്തിൽ നിന്ന് ഇന്ന് പകൽ പുറത്തു വരുന്നു. ഇത് 2022 ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ്, ഈ കാരണങ്ങളുടെ നടുവിൽ, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്കൊരു ഉദ്ധാരണമുണ്ട്. ആര് പല്ല് കടിച്ചാലും, ആര് കൊങ്കണ്ണിട്ട് നോക്കിയാലും, ആര് സ്തോത്രമതേ പല്ലുറുമിയാലും, ഇൻ ജീസസ് നെയിം നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുക. കർത്താവ് തീരുമാനിച്ചു, കർത്താവ് പ്ലാൻ ചെയ്ത് നോക്ക്. കർത്താവ് പലത് പ്ലാൻ ചെയ്യാണ്. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം 32 വാക്യം അവൻ്റെ പ്ലാനിങ് വാക്യമാണ്, അവൻ്റെ പ്ലാനിങ് ആണ്. ഞാൻ നിങ്ങൾ നോക്കി 1-ാം ഞായറാഴ്ച പറയട്ടെ, ഭാവിയിലേക്ക് നോക്കി പ്ലാൻ ചെയ്താട്ടെ. പുതിയ ഡയറി കിട്ടി എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. പുതിയ ഡയറി കിട്ടുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇല്ലാത്തവരെല്ലാവരും സ്തോത്രം ഡയറി അത് മേടിച്ചാട്ടെ. പൈസ തരത്തില്ല, നിങ്ങൾ തന്നെ മേടിക്കണം. എന്നിട്ട് എഴുതണം ഈ വർഷം എന്തൊക്കെയാണ് നടക്കേണ്ടത്. സ്തോത്രം മുഴുവൻ എഴുതണം, പ്ലാൻ ചെയ്താട്ടെ. ഓ ഹല്ലേലൂയ. 3 പേരെ നോക്കി പറയണം, പ്ലാൻ ചെയ്യണം. പെട്ടെന്ന് പറഞ്ഞാട്ടെ, പ്ലാൻ ചെയ്യണം. ഇതൊരു പ്രൊഫറ്റിക് ആക്ട് ആണ്, പ്രവചന ക്രിയയാണ്. അടുത്ത ഞായറാഴ്ച എല്ലാം വന്ന് എൻ്റെ മുമ്പിൽ ആ ഡയറി കാണിക്കണം. ബ്രദറെ, ഇതാണ് സ്തോത്രം, അതെ എൻ്റെ പ്ലാന്. യേശുവിൻ നാമത്തിൽ ഞാൻ ഇന്ന് 2 നോട്ട്ബുക്കും കൊണ്ടാണ് വന്നത്. ഇതെൻ്റെ റഫ് നോട്ട്ബുക്ക്. സ്തോത്രം, ഇതെൻ്റെ ഫെയർ നോട്ട്ബുക്ക്. യെസ്, ബുധനാഴ്ച ഞാൻ വരുമ്പോൾ വേറെ നോട്ട്ബുക്ക് കൊണ്ടുവരുന്നത്. സ്തോത്രം, ഞായറാഴ്ച വരുമ്പോൾ വേറെ കൊണ്ടുവരുന്നത്. അതെ, ഫ്രെയിം എഴുതാൻ വേറൊരു സംഭവം, സ്തോത്രം ചടിച്ച വേറെ സാധനം അതെ റൂമിൽ മറ്റൊരു സ്തോത്രം ബുക്കായിട്ടുണ്ട്. എഴുതണം, ഇത് മുഴുവൻ എഴുതണം. എഴുതിയിട്ട് പറയണം, ഇത് സംഭവിക്കും. കർത്താവിൽ നിന്ന് കേട്ട് എഴുതണം. പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ട് എഴുതണം. കർത്താവിൽ നിന്ന് കേട്ട് എഴുതണം. കർത്താവിൽ നിന്ന് കേട്ട് പ്ലാൻ ചെയ്യണം. ആ മോനെ കുറിച്ച് പ്ലാൻ ചെയ്യണം, ആ മോളെ കുറിച്ച് പ്ലാൻ ചെയ്യണം. 2022 ഒരു പ്ലാനിങ് വർഷമാകട്ടെ. Come on, hallelujah. വീടില്ലാത്ത എല്ലാവരും പ്ലാൻ ചെയ്യണം. 1-ാം ബെഡ്റൂം, 2-ാം ബെഡ്റൂം അതെ പ്ലാൻ ചെയ്യണം. ഡൈനിങ് ഹാൾ എവിടെ ഇരിക്കണം, പ്ലാൻ ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം, അതെ പ്ലാൻ ചെയ്യണം. ദർശനമില്ലാത്തവരായിട്ടല്ല, ദർശനമുള്ളവരായി പ്ലാൻ ചെയ്യണം. എൻ്റെ കർത്താവ് പ്ലാൻ ചെയ്യുന്നു. എടാ പത്രോസ്, എടാ യാക്കോബേ, യോഹന്നാനെ, ഞാൻ ചാകുമ്പോഴേ അതെ ലോഡ്സം വേണോ ജിസം വേണോ പാട്ട് പാടാൻ നല്ല കർത്താവ് പ്ലാൻ ചെയ്തത്. എക്സ്ക്യൂസ് മീ, അവൻ പറഞ്ഞത് സാഹചര്യം മുറിവും പാവം ഞാൻ. എനിക്ക് വേണ്ടി ആര് പാട്ട് പാടും? എന്നെ എങ്ങനെ നിങ്ങൾ ഏത് തുണിയിൽ ചുറ്റി അടക്കും? തല എങ്ങോട്ട് വെക്കും, കാലെങ്ങോട്ട് വെക്കും? ഇതല്ല കർത്താവ് പറഞ്ഞത്. എൻ്റെ കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം. ഓഹോ, കമാൻ ദൂത്, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നത് താൽക്കാലികമാണ്.
ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് താൽക്കാലികമാണ്. ഇന്ന് നിന്റെ കുഞ്ഞിന്റെ അവസ്ഥ താൽക്കാലികമാണ്. ഇന്ന് നിന്റെ ജോലിയുടെ അനുഭവം താൽക്കാലികമാണ്. ഈ താഴ്വരയിൽ നിങ്ങൾ കിടക്കുകയല്ല, ഈ താഴ്വര നിങ്ങൾ കടക്കുകയാണ്. ഈ താഴ്വരയിൽ നിങ്ങൾ കിടക്കുകയല്ല, ഈ താഴ്വരയിൽ നിങ്ങൾ കടക്കുകയാണ്. വെള്ളത്തിൽ കൂടെ കടക്കുകയാണ്, തീയിൽ കൂടെ കടക്കുകയാണ്, കൊടുങ്കാറ്റിലൂടെ കടക്കുകയാണ്. കടക്കുകയാണ്, കിടക്കുകയല്ല, തീരുകയല്ല, അവസാനിക്കുകയല്ല. ഈ ജനം ഇതിൽ തീരത്തില്ല. നീ ഒറ്റയ്ക്കല്ല, നീ തീർന്നു പോകാത്തത് നീ ഒറ്റയ്ക്കല്ല. കൂടെ ഇരിക്കേണ്ടവൻ നിന്റെ കൂടെ ഉണ്ട്. യെസ്, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ഹല്ലേലൂയ. വാതുറന്ന് സ്തോത്രം പറ. ശബ്ദമുയർത്തി ശക്തിയോടെ നിങ്ങളുടെ സ്തുതിയും സ്തോത്രവും ഉയരട്ടെ. ആ വീട്ടിൽ അന്തരീക്ഷം ഉയരട്ടെ. Come on, hallelujah. ഗിയർ ചേഞ്ച് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് ഇന്ന് പകൽക്കാലം വേഗത കൂട്ടി മൂർച്ച കൂട്ടി ആളി കത്തുന്നവരായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ഇന്ന് നീ ആയിരിക്കുന്നത് താൽക്കാലികമാണ്. ഇതിനു ശേഷം അവൾ ഭാവിയെ നോക്കി നെടുവേർപ്പെടുന്നു എന്നതല്ല. ഓ ദൈവസഭ ഭാവിയെ നോക്കി അവൾ പുഞ്ചിരിക്കുന്നു. എന്ന് പകൽ മാതാവ് പുഞ്ചിരിക്കട്ടെ, പിതാവ് പുഞ്ചിരിക്കട്ടെ, കുട്ടികൾ പുഞ്ചിരിക്കട്ടെ, കുടുംബങ്ങൾ പുഞ്ചിരിക്കട്ടെ. അനുഭവിച്ചതിന് ഏതാണ്ട് വലുത് തമ്പുരാൻ കരുതിയിട്ടുണ്ട്. ഇന്നലകൾ ഉടഞ്ഞതിന് നാളെ നിനക്കൊരു സുഗന്ധമുണ്ട്. ഇന്നലകൾ ഉടയുന്ന ശബ്ദമാണ് സാത്താനും മനുഷ്യനും കേട്ടത്. എന്നാൽ where is that perfume bottle? Where is that anointing bottle? In the name of Jesus. ഇന്നലകൾ നിങ്ങളുടെ alabaster bottle, ഇന്നലെ നിന്റെ വെങ്കൽ ഭരണി ഉടക്കപ്പെട്ടുവെങ്കിൽ ഇതാ ദൈവത്തിന്റെ സുഗന്ധം, ക്രിസ്തുവിന്റെ സുഗന്ധം നിന്നിലൂടെ പുറത്തു വരുവാൻ പോകുന്നു. പ്ലാൻ ചെയ്തോട്ടെ. പ്ലാനിംഗ് ഇല്ലാത്ത ഒറ്റയാണ് ക്രൈസ്റ്റ് സെന്ററിൽ വരല്. അർത്ഥം ദർശനമില്ലാത്ത ഒറ്റയാണ് വരല്. പരിശുദ്ധാത്മാവ് ദർശനങ്ങൾ ദൈവമാണ്. പ്ലാൻ ചെയ്തോട്ടെ. ഹല്ലേലൂയ. 7 പേരെ തൊട്ട് പറഞ്ഞോട്ടെ. ദൈവിക പ്ലാൻ. 7 പേരെ തൊട്ട് പറയണം. 7 പേരെ ഇരുന്ന് ഞരങ്ങിയാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടിയെ. ഓ 7 പേരെ തൊട്ട് പറഞ്ഞോട്ടെ. ദൈവിക പ്ലാൻ. ആ കുട്ടിയുടെ വിവാഹം ദൈവത്തിന്റെ പ്ലാനാണ്. ആ കൊച്ചിന്റെ വിവാഹം ദൈവത്തിന്റെ പ്ലാനാണ്. നിങ്ങൾ ഇരുന്നോ. ആ കുഞ്ഞിന്റെ അഡ്മിഷൻ ദൈവത്തിന്റെ പ്ലാനാണ്. സ്തോത്രം. ആരോഗ്യമുള്ള ശരീരം ദൈവത്തിന്റെ പ്ലാനാണ്. 3 മക്കളുണ്ടെങ്കിൽ 3 വീടുണ്ട് ദൈവത്തിന്റെ പ്ലാനാണ്. യേശുവിന്റെ നാമത്തിൽ ആ പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. ആ ഗ്രാമങ്ങൾ കൂട്ടമായി സ്നാനപ്പെടുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. ആ കോളേജിൽ അധ്യാപകർ ഉൾപ്പെടെ ഉള്ളവരെ വിടിവിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. യേശുവിന്റെ നാമത്തിൽ MLAമാർ ഈ പട്ടണത്തിൽ സ്നാനപ്പെടുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. MPമാർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. ദുഷ്ടൻ പല്ലുകടിച്ചു ഊരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. The Lord's plan prevail. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ നിലനിൽക്കും. വായ് തുറന്ന് മക്കളെ, വായ് തുറന്ന് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. യേശുവിന്റെ നാമത്തിൽ പ്ലാൻ ചെയ്താട്ടെ. എൻ്റെ കർത്താവ്, ഇന്ന് സഭായവും കഴിഞ്ഞ് ഞാൻ പുട്ടും കടലയും കഴിക്കുമോ അതോ ബൂട്ടും ബീഫും കഴിക്കുമോ? അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, കർത്താവിനെ കൊച്ചാക്കല്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, കർത്താവിനെ കൊച്ചാക്കല്ല. നിന്റെ പ്ലാൻ കുഞ്ഞാകല്ല. കർത്താവിനെ കൊച്ചാക്കല്ല. നിന്റെ പ്ലാൻ വലുതാകട്ടെ. കാരണം ദൈവം ദൊപ്പ ദേവടു മഞ്ചി ദേവടു ദൊപ്പ ദേവട്. വാരിയ ദൈവ, ഞാൻ പറഞ്ഞത് വാരിയ ദൈവ. പന്ന പിശാചം, നിനക്ക് പരിധിയുണ്ടടാ, നിനക്ക് അതിരുണ്ട്. എന്റെ ദൈവത്തിന് അതിരില്ല. ഓ പ്ലാൻ ചെയ്തോടെ യേശുവിന്റെ നാമത്തിൽ
പ്ലാൻ ചെയ്താടെ നിനക്ക് കപ്പാസിറ്റി കാണത്തില്ല, ദൈവത്തിന് കപ്പാസിറ്റി ഉണ്ട്. നിനക്ക് കപ്പാസിറ്റി കാണത്തില്ല, ദൈവത്തിന് കപ്പാസിറ്റി ഉണ്ട്. നിനക്ക് ബലം കാണത്തില്ല, അവൻ സർവശക്തനാണ്, അവന് ബലമുണ്ട്. നിനക്ക് ഫണ്ട് കാണത്തില്ല, എന്നാൽ എന്റെ ദൈവത്തിന് ഒത്തിരി ഫണ്ടുണ്ട്. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കുന്ന ദൈവം അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന വിലയേറിയ അളവ് നിന്റെ മടിയിൽ തട്ടി തരുന്ന ദൈവം പ്ലാൻ ചെയ്താട്ടെ. Achievements are my assignments. Achievements are my assignment. Achievements are my assignment. And accumulation of assignments are my accomplishment. Achievements, the accumulation of my assignments are my accomplishment. Hallelujah. ഒന്നല്ല, ഇവൻസ് ബ്രദർ എന്നോട് വന്ന് പറഞ്ഞു, ഈ സ്തോത്രം അതേ ഡിവൈൻ അക്കോംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? അക്കോംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? കാൾ ലൂയിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവൻ ഒരു മെഡലല്ല വാങ്ങിയത്. ഒരു മെഡലാണെങ്കിൽ അച്ചീവ്മെന്റ് ആണ്, ഒരു മെഡലാണെങ്കിൽ അച്ചീവ്മെന്റ് ആണ്, ഒരു മെഡലാണെങ്കിൽ അച്ചീവ്മെന്റ് ആണ്. പുള്ളി 4-5 മെഡൽ ഒരുമിച്ച് മേടിച്ചില്ലേ? 4-5 മെഡൽ, 100 മീറ്റർ, 200 മീറ്റർ, അതെ ഓ സ്തോത്രം, ഹഡിൽസ്, ലോങ് ജമ്പ്. പുള്ളി ഒരു കൂട്ടം മെഡൽ മേടിച്ചില്ലേ? ഒരു കൂട്ടം മെഡൽ, ഒരു കൂട്ടം ഓട് മെഡൽ അല്ല, ഗോൾഡ് മെഡൽ. ഓട് മെഡൽ അല്ല, ഒരു കൂട്ടം ഗോൾഡ് മെഡൽ മേടിച്ചില്ലേ? അതിന്റെ പേരാണ് ഡിവൈൻ അക്കോംപ്ലിഷ്മെന്റ്. അക്കോംപ്ലിഷ്മെന്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എനിക്ക് പ്രവചിപ്പാനുള്ളത് ഒന്നോ അരയോ പാതിയോ നിന്നിൽ നടക്കുമെന്നല്ല, പകരം ജീസസ് നെയിം ഒരു കൂട്ടം ദൈവിക വിടുതൽ നീയും നിന്റെ കുട്ടികളും സാക്ഷിയാകുവാൻ വേണ്ടി പോകുന്നു. ഡിവൈൻ അക്കോംപ്ലിഷ്മെന്റ്. ദൈവത്തിന്റെ ആത്മ എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ഈ വെബ് സ്ട്രീം കാണുന്ന വീട്ടിൽ വിടുതലുണ്ട്. ഈ വെബ് സ്ട്രീം കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ വിടുതലുണ്ട്. ആരോ കാറിൽ നിന്ന് കേൾക്കുന്നു, ആരോ ഹോട്ടൽ റൂമിൽ നിന്ന് കേൾക്കുന്നു, ആരോ ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്നു. ഇന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പുറത്തു വരുന്ന ദിവസമാണ്. കാരണം ഈ ഹാളിൽ ഇറങ്ങി നിൽക്കുന്ന അഗ്നിമേഘ തൂണുകളുടെ സാന്നിധ്യം ആ ഹോസ്പിറ്റൽ റൂമിൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്നു. യെസ്, പ്ലാൻ ചെയ്തോട്ടെ. ക്രൂശിക്കപ്പെടാൻ പോകുന്നവൻ ശാപട്ടിയല്ല പ്ലാൻ ചെയ്തത്. ഒരിക്കൽ കൂടെ, ക്രൂശിക്കപ്പെടാൻ പോകുന്നവൻ ശാപട്ടിയല്ല പ്ലാൻ ചെയ്തത്. ആര് പാട്ട് പാടുവന്നല്ല പ്ലാൻ ചെയ്തത്. ക്രൂശിക്കപ്പെടാൻ വേണ്ടി പോകുന്നവൻ ഉയർപ്പിന് ശേഷമുള്ള കാര്യം പ്ലാൻ ചെയ്യുന്നത്. ഈ വിടുതൽ പ്രാപിച്ച് നീ പുറത്ത് വരുമ്പോൾ അടുത്ത 10 കൊല്ലത്തേക്കുള്ള പ്ലാൻ ചെയ്, അടുത്ത 15 വർഷത്തേക്കുള്ള പ്ലാൻ ചെയ്, 2050 വരെ എൻ്റെ വീട്ടിൽ എന്തൊക്കെ നടക്കണം പ്ലാൻ ചെയ്. യേശുവിൻ്റെ നാമത്തിൽ 2100 വരെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ചർച്ചിൽ എന്തൊക്കെ ഉണ്ടാകണം, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ സഭ ഭൂമിയിൽ തുടരുമെങ്കിൽ എന്തോ നടക്കുമെന്ന് പ്ലാൻ ചെയ്. ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകുക. ആർക്കും എന്നെ പൂട്ടാൻ പറ്റത്തില്ല, ആർക്കും എന്നെ പൂട്ടാൻ പറ്റത്തില്ല, ആർക്കും എന്നെ കല്ലറയിൽ മുദ്ര വെച്ച് പൂട്ടാൻ പറ്റത്തില്ല. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും ശക്തമേറിയ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. അവനെ പൂട്ടുവെച്ച് പൂട്ടാനേ അറിയത്തുള്ളൂ. എന്നാൽ എൻ്റെ കർത്താവിന് വേറൊരു പേരുണ്ടെങ്കിൽ ഞാൻ പറയും, അവൻ പൂട്ടുകളെ പൊളിക്കുന്നവനാണ്. അവൻ പൂട്ടുകളെ പൊളിക്കുന്നവനാണ്. അത് പച്ചക്കെട്ടെങ്കിലും കാവിക്കെട്ടെങ്കിലും ചൊവ്വക്കെട്ടെങ്കിലും വെള്ളിക്കെട്ടെങ്കിലും അമാവാസിക്കെട്ടെങ്കിലും പൗർണമാസിക്കെട്ടെങ്കിലും യേശുവിന്റെ നാമത്തിൽ അവൻ പൂട്ടുകളെ പൊളിക്കുന്നവനാണ്. പൂട്ടുകളെ പൊളിക്കുന്നവനെ വാ തുറന്ന് ആരാധിക്ക്. വാ തുറന്ന് അന്യഭാഷ തീനാവുകൾ ചലിക്കട്ടെ, തീനാവുകൾ ചലിക്കട്ടെ, തീനാവുകൾ ചലിക്കട്ടെ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ നിനക്ക് മുൻപായി പോയി. 45:2 ഞാൻ നിനക്ക് മുൻപായി പോയി.
ഞാൻ നിനക്ക് മുൻപായി ചെന്ന്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിനക്ക് മുൻപായി ചെന്ന്, നിനക്ക് മുൻപായി ചെന്ന്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്രവാതിലുകളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യ. ഞാൻ നിനക്ക് മുൻപാകെ ചെന്ന്. വന്ന പോലെയല്ല ഇന്ന് നീ പുറത്തിറങ്ങുന്നത്. നൂറുകണക്കിന് ദിവസങ്ങൾ ഈ ഹാളിൽ നീ വന്നു കാണും. പക്ഷെ ഇത് 2022 ജനുവരി 2 വന്ന പോലെയല്ല നീ പുറത്തിറങ്ങാൻ പോകുന്നത്. അടുത്തിരിക്കുന്നവർക്ക് ഹായ് ഫൈ കൊടുത്ത്, 3 പേർക്ക് ഹായ് ഫൈ കൊടുത്ത് പറ, യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. പറ, യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. ആ എക്സാം ഹാളില്, ആ ഇന്റർവ്യൂല്, ആ പേപ്പർ സബ്മിഷന്, ആ ക്രൂസൈഡില്, ആ മിനിസ്റ്റർ സെമിനാറില്, ഓഫീസില് യേശു നിങ്ങൾക്ക് മുൻപായി പോകുന്നു. നാളെ രാവിലെ ഗുഡ് മോർണിംഗ് സർ എന്ന ശബ്ദം കേട്ട് ഓഫീസിൽ സ്റ്റെപ്പിൻ ചെയ്യുമ്പോ ഒരു സുഗന്ധം ആ റൂമിൽ നിൽക്കുന്നെങ്കിൽ എന്നെ ഓർക്കണമേ. ആ സുഗന്ധം നിൽക്കുന്നെങ്കിൽ ഈ പ്രവാചകനെ ഓർക്കണമേ. കാരണം ഇന്ന് പകൽ അവൻ പറഞ്ഞതാണ്, ടെലഗ്രാം ദൂതോയ് ഞാൻ പറയുന്നത്, യേശു നിനക്ക് മുൻപായി പോകുന്നു. നാറ്റക്കേസുകൾ ഓടി മറയുന്നു, നാറ്റക്കേസുകൾ ഓടി മറയുന്നു, നാറ്റക്കേസുകൾ ഓടി മറയുന്നു. അന്തരീക്ഷം മാറുന്നു. ഈ ഇൻട്രഡക്ഷനോടെ ഇന്നത്തെ സഭായോഗത്തിന്റെ പ്രസംഗം ആരംഭിക്കട്ടെ. നല്ലൊരു ആമേ. ഒരാളും കമാൻ ഹല്ലേലൂയ സ്തോത്രം. ബിസി 700 യെശയ്യാ എന്ന് പറയുന്ന പ്രവാചകൻ ഈ ദൂത് സ്തോത്രം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അത് കോരേശിനെ കുറിച്ചാണ്. BC 700 സ്തോത്രം. ഇന്നേക്ക് 2720 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവിലൂടെ കർത്താവ് പറഞ്ഞു, സൈറസ് അഥവാ കോരേശ് എന്ന് പറയുന്ന ഒരുവനുണ്ട്. അവൻ വിശ്വാസിയല്ല, അവൻ യഹൂദനല്ല, അവൻ യാവേ യഹോവയും ദൈവത്തിൽ വിശ്വസിക്കുന്നവനല്ല, അവൻ വിശ്വസിക്കുന്നവനല്ല. പക്ഷേ അവൻ അവിശ്വാസിയാണോ എന്നത് പ്രശ്നമല്ല. എൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ അവനെ പ്രയോജനപ്പെടുത്തും. ഇന്ത്യൻ ചർച്ച് കേൾക്കട്ടെ. അവൻ അവിശ്വാസിയാണോ? അവൻ അവിശ്വാസിയാണ്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് അവർ പോലും അറിയാതെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ചിലരെ ദൈവം ഈ നാളിൽ പ്രയോജനപ്പെടുത്താൻ പോകുന്നു. സൈറസ് കോരേശ് അവൻ അവിശ്വാസിയാണ്. എൻ്റെ പേര് ഉൾപ്പെടെയുള്ളത് പ്രവാചകന് വെളിപ്പെടുത്തുകയാണ്. പേര് വിളിക്കാമോ ബ്രദർ എന്ന് ചോദിക്കുന്നതായ പരീശന്റെ കൊച്ചുമക്കൾ ഇന്ന് പകൽ കേൾക്കട്ടെ. അവൻ ജനിക്കുന്നതിന് 200 വർഷം മുമ്പ് പേര് പറഞ്ഞു കൊടുത്തവനാണ് കർത്താവ്. മീറ്റിങ്ങിന് വന്ന് 2ാമത്തെ റോയിൽ 17ാമത്തെ സീറ്റിൽ ഇരുന്നപ്പോഴല്ല, അവൻ ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾക്ക് മനസ്സിലായ എൻ്റെ മലയാളം? അവൻ ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ്. സ്തോത്രം. അതെ, അവൻ ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ പേര് ദൈവം യെശയ്യാവിന് പറഞ്ഞു കൊടുത്തു. 30 പേര് വരുന്ന മീറ്റിങ്ങിന് 37 പേരുടെ പേര് വിളിക്കുന്ന പരിപാടി അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ദ വേർഡ് ഓഫ് നോളജ്, ദൈവത്തിൻ്റെ സ്തോത്രം, അത് വെളിപ്പാട്. കേട്ടവർ ആമേൻ പറ. അവൻ ജനിക്കുന്നതിന്, കോരേശ് ജനിക്കുന്നതിന് 200 വർഷം മുമ്പ് അവനെക്കുറിച്ച് പറയുകയാണ്. അത് സംഭവിക്കുകയുണ്ടായി സഹോദരങ്ങളെ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ദിവസങ്ങൾ വീണ ഒരു സാമ്രാജ്യം മാറുവാൻ ഇതാ സമയം വന്നിരിക്കുന്നു. സ്തോത്രം. ബാബിലോണിയ സാമ്രാജ്യം മാറേണ്ട സമയം ഇതാ വന്നിരിക്കുന്നു. ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ബാബേൽ. നിങ്ങൾക്കറിയാം ബാബേൽ ടവർ 2 പണി പാരലായി ഇന്നും നടക്കുന്നു. ഒരു വശത്തെ ബാബേൽ പണി നടക്കുന്നു, മറുവശത്തെ യെരുശലേമിൻ്റെ പണി നടക്കുന്നു. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ എന്ന
പേരിൽ 2 പണി സൈമൾട്ടേനിയസ് ആയി നടക്കുന്നു. ഒരിക്കൽ കൂടെ, നിങ്ങൾ മിണ്ടുന്നില്ല. സഭ എന്ന പേരിൽ 2 പണി ഒരേ സമയത്ത് നടക്കുന്നു. ഒരു വശത്ത് സ്വന്തം പേരിനും സ്വന്തം നാമത്തിനും സ്വന്തം ഗ്ലാമറിനും വേണ്ടി ആരൊക്കെ ബാബേൽ ടവർ പണിയുന്നു, എന്നാൽ മറുവശത്ത് യെരൂശലേമിന്റെ പണിയും നടക്കുന്നു. കമാൺ കമാൺ, ഹല്ലേലൂയ. 2 ഇന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നീയും 2 പണി നടക്കുന്നു. ബാബേലിന്റെ പണി, ജിസൻ കൊച്ചിക്കാരോട് ചെന്ന് പറ, ബാബേലിന്റെ പണി ഗ്ലാമറസ് പണിയാണ്, ഗ്ലാമർ കൊണ്ട് പണിയുന്നു. ബാബേലിന്റെ പണി സ്വന്തം പേരെടുക്കുവാൻ ഗ്ലാമർ കൊണ്ട് പണിയുന്നു. എടോ പ്രാസംഗിക, എടോ പാസ്റ്ററേ, നിന്റെ ഗ്ലാമർ കൊണ്ടല്ല പണിയേണ്ടത്, തമ്പുരാന്റെ ഗ്ലോറി കൊണ്ടാണ് പണിയേണ്ടത്. കണ്ണുനീര് കൊണ്ട്, വിയർപ്പ് കൊണ്ട്, വേണമെങ്കിൽ രക്തം കൊണ്ട് പണിയണോ. കാരണം യെരൂശലേം അത് കണ്ണുനീരിന്റെ നഗരമാണ്. യെരൂശലേമിനെ നോക്കിയാണ് അവൻ കരഞ്ഞത്. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിയുന്നവളെ, പ്രവാചകന്മാരെ കല്ലെറിയുന്നവളെ. യെരൂശലേമിൽ കണ്ണുനീരുണ്ട്. യെരൂശലേമിനാണ് ഗതശമനിയിൽ അവന്റെ വിയർപ്പ് ചോരയായത്. യെരൂശലേമിൽ വിയർപ്പുണ്ട്. പ്രവാചകന്മാരെ കല്ലെറിഞ്ഞപ്പോൾ സ്തോത്രം യെരൂശലേമിൽ ചോരയുമുണ്ട്. 3 ലായനികളുടെ മിശ്രിതമാണ് യെരൂശലേമിന്റെ മണ്ണ്. കണ്ണുനീര്, വിയർപ്പ്, രക്തം. കണ്ണുനീര്, വിയർപ്പ്, രക്തം. ഈ തലമുറയ്ക്ക് ഈ ദൂത് ഞാൻ കൈമാറട്ടെ. എൻ്റെ നോട്ടിലില്ലാത്തത് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് കേട്ടിട്ട് വേണം ഈ യൂട്യൂബ് നോക്കി എനിക്ക് വീണ്ടും ഈ ബുക്കിൽ എഴുതേണ്ടത്. നിലനിൽക്കുന്ന മിനിസ്ട്രിയിൽ, നിലനിൽക്കുന്ന സഭയിൽ, നിലനിൽക്കുന്ന ദൈവദാസനിൽ 3 കാര്യം ഉണ്ടായിരിക്കും. ഡോളറും ദിനാറും ദ്രഹാമുമല്ല. നിലനിൽക്കുന്ന ദൈവദാസനിൽ കണ്ണുനീര്, വിയർപ്പ് വേണമെങ്കിൽ എടുത്തോടാ, രക്തവും ചിന്താൻ അവൻ വില്ലിങ് ആയിരിക്കും. നിലനിൽക്കുന്നവൻ വലിയ പോക്കറ്റുമുണ്ടാക്കി പോരട്ടെ 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 പോരട്ടെ, അധികം കൊടുത്താൽ അധികം കിട്ടും. ഇത് മൊത്തം ഊറ്റുന്ന പാപ്പച്ചൻ ശുശ്രൂഷയല്ലടോ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ തേജസ്സിന്റെ ശുശ്രൂഷയിൽ കണ്ണുനീരുണ്ട്, വിയർപ്പുണ്ട്, രക്തവുമുണ്ട്. കണ്ണുനീരുണ്ട്. കരഞ്ഞാരയിലുണ്ടോ? കർത്താവിന് വേണ്ടി വിയർപ്പൊഴുക്കാൻ ആർക്കെങ്കിലും വില്ലിംഗ് ഉണ്ടോ? കർത്താവിന് വേണ്ടി വിയർപ്പൊഴുക്കാൻ ആർക്കെങ്കിലും സമ്മതമുണ്ടോ? 2 കരങ്ങളെ ചലിപ്പിച്ചോട്ടെ. കർത്താവിന് വേണ്ടി രക്തമൊഴുക്കാൻ യേശു കർത്താവിന് വേണ്ടി രക്തമൊഴുക്കാനും എനിക്ക് ലജ്ജയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷ് ബ്രദറിനോട് ചേർന്ന് എല്ലാവരും കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചോട്ടെ. കണ്ണുനീര്, വിയർപ്പ്, രക്തം. ഞാൻ പറയട്ടെ, പാതാള ഗോപുരം ഒരുമിച്ച് പാളയമിറങ്ങിയാണ്. അങ്ങനെയുള്ളവനെ പൂട്ടാൻ പിശാചിന് കഴിയത്തില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് അതാണ്, ബാബേൽ സ്വന്തം ഗ്ലാമറിന് വേണ്ടി പണിയുകയാണ്, സ്വന്തം മഹത്വത്തിന് വേണ്ടി പണിയുകയാണ്, സ്വന്തം പേരിന് വേണ്ടി പണിയുകയാണ്. ചിലരുടെ പണി കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അങ്ങനെയുള്ളവൻ്റെ പഞ്ചായത്തിൽ നീ പോകരുത്. കാരണം അവൻ പണിയുന്നത് എപ്പം നിന്റെ തലയിലൂടെ തകർന്ന് വീണെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ വില കൊടുത്ത് പണിയുന്നവനെ പൊളിക്കാൻ ഒരു അപവാദത്തിനും ഒരു ഗൂഢാലോചനയ്ക്കും ഒരു പിശാചിനും ഒരു കൂടോത്രത്തിനും ഒരു മന്ത്രവാദത്തിനും ഹോമത്തിനും കഴിയത്തില്ല. I sense the presence of God. ദൈവത്തിന് മഹത്വം കൊടുത്തേ, ദൈവത്തിന് മഹത്വം കൊടുത്തേ, ദൈവത്തിന് മഹത്വം കൊടുത്തേ. ദേവാലയത്തിൽ നിന്ന് തട്ടിയെടുത്തിട്ട് പോയ മറ്റേ പാത്രത്തിൽ നിന്ന് ബെൽസസൻ മദ്യം കുടിക്കുക. കേക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമല്ല, ഞാൻ പിന്നെ എപ്പോഴും പറയാം. ശലോമോന്റെ കാലത്ത് കുട്ടി ശലോമോന്റെ കാലത്ത് മഹത്വം ഇറങ്ങി വന്ന് മഹത്വം സ്പർശിച്ച പാത്രങ്ങളായിരുന്നു. മഹത്വം സ്പർശിച്ച പാത്രം ഇതൊരു പാത്രമാണ്. ഇതിൽ ഇറങ്ങിക്കിടക്കുന്ന മഹത്വമുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവനെ നാളെ വിളിക്കാൻ പോകുന്ന അമേരിക്കക്കാർ ഉൾപ്പെടെ ഉള്ളവരെ നോക്കി ഞാൻ പറയട്ടെ, യവനിൽ മഹത്വം ഇറങ്ങിയാൽ നിനക്ക് വേണ്ടിയല്ല നീ ഉപയോഗിക്കേണ്ടത്, അവന് വേണ്ടിയാണ് നീ ഉപയോഗിക്കേണ്ടത്.
Yes, 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 yes. Yes, 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 yes. Yes, 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 yes. ദൈവം ഉപയോഗിക്കണം. ഈ കുടുംബങ്ങളെ ദൈവം ഉപയോഗിക്കണം. ഈ വ്യക്തികളെ ദൈവം ഉപയോഗിക്കണം. ഈ പാട്ടുകാരെ ദൈവം ഉപയോഗിക്കണം. ഈ മീഡിയ ടീമിനെ ദൈവം ഉപയോഗിക്കണം. എവന്റെ അപ്പൻ കണ്ടിട്ടില്ലാത്ത വലിയ തലത്തിൽ എവനെ ദൈവം ഉപയോഗിക്കണം. എവനെ ദൈവം ഉപയോഗിക്കണം. Come on in Jesus name. യേശുവിന്റെ നാമത്തിൽ ദൈവം ഉപയോഗിക്കണം. മനുഷ്യൻ തൊടല് ദൈവം ഉപയോഗിക്കട്ടെ. മഹത്വം ഇറങ്ങിക്കിടന്നതായ പാത്രത്തെ ബെൽഷസ്സർ മദ്യം രുചിക്കുമ്പോൾ സ്തോത്രം, ഒരു ഡിസ്മിസ് ഓർഡർ കടന്നു വന്നു. ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എഴുതിയാണ് മെന്നെ തെക്കേ റുഫാസിർ. ഞാൻ ഈ ദൂത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ തമ്പുരാൻ്റെ ശബ്ദം നല്ല അർദ്ധരാത്രി കേട്ടത് ഇതാണ്: പോയി എൻ്റെ മക്കളോട് പറ, ചെലവന്മാരുടെ അവസാനം എൻ്റെ മക്കളുടെ ആരംഭമായിരിക്കും. ഈ വർഷം ചിലതിൻ്റെ അവസാനം നിന്റെ ആരംഭമായിരിക്കും. പലതിൻ്റെ ആരംഭമായിരിക്കും. ഫലത്തിൻ്റെ ആരംഭമാണ് ഈ വർഷം. ഫലത്തിൻ്റെ ആരംഭമാണ് ഈ വർഷം. ഫലത്തിൻ്റെ ആരംഭമാണ് ഈ വർഷം. ഫലത്തിൻ്റെ ആരംഭമാണ് ഈ വർഷം. ശത്രു മണ്ണിട്ട് മൂടിയതും ആരംഭിക്കുക. പുതിയതും നിന്നിൽ നിന്ന് ആരംഭിക്കുക. പുതിയത് നീ കുടിക്കുക. പഴയതിൽ നിന്ന് ഉറവകൾ പൊട്ട്. പഴയതിൽ നിന്ന് ഉറവകൾ പൊട്ട്. പുതിയതിൽ നിന്ന് നീ കുടിക്കുക. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. പ്രവാചകന്മാർ പ്രവചിക്കട്ടെ. സിംഹം ഗർജിക്കുന്നു. എന്റെ ആത്മാവിൽ ഞാൻ കേട്ടു ഗർജന സ്വരങ്ങൾ. ആ പിന്നിൽ നിൽക്കുന്നവർ ആരാധിക്കും. പ്രൊഫറ്റിക് മാൻഡിലുള്ളവർ ദൈവത്തെ സ്തുതിക്കും. ദൂതുകൾ കൈമാറുകയാണ്. ദൂതുകൾ കൈമാറുകയാണ്. ഒരു ഗർജന സ്വരം. മെനെ മെനെ തെക്കേൽ റുഫാസിർ. ഗുഡ് നൈറ്റ്. ചെന്ന് കിടന്ന് ഉറങ്ങി. ദൂത് പറഞ്ഞിട്ട് ഡാനിയല് സ്തോത്രം കവറിന് നിന്നില്ല. ദൈവം ഇല്ലാത്തവന്റെ കവർ വേണ്ട. അവൻ തരുന്നത് കവറിലാണ്. അപ്പം നിനക്ക് തുറക്കുന്നത് ഉറവയാണ്. ചില അവന്മാരെ കവർ തരുന്നത് അവന്റെ ചാക്കിൽ നിന്നെ ഒതുങ്ങാനാണ്. എടോ, എന്റെ ബോസ് ഉണ്ടല്ലോ, അവൻ കല്ലറയിൽ പോലും ഒതുങ്ങാത്തവനാണ്. Come on. ഈ ദൂത് വീണ്ടും തുടരാൻ എനിക്ക് തീരത്തില്ല. ഇത് സ്തോത്രം. തെക്ക് റുഫാസിൽ. സർ ഗുഡ് നൈറ്റ്. പിന്നെ ഡാനിയൽ ബെൽഷസ്സറിനെ കണ്ടില്ല. പ്രൊഫറ്റിക് റിലത്തിൽ അവൻ അന്യഭാഷ പറയുകയല്ല, അന്യഭാഷ വായിക്കുകയാണ്. നീ പറയുമ്പോൾ നിന്റെ ശബ്ദത്തിൽ ദൂതന്മാർ ചലിക്കുന്നു. അതാണ് ശബ്ദം പറയണമെന്ന് ജയകുമാർ ബ്രദർ ഞാൻ പറയുന്നത്. ശബ്ദം കേൾക്കണം. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദത്തിലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. നിന്റെ കയ്യടി സ്വരമല്ല, നിന്റെ ശബ്ദം ഉയരണം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, അന്ന് ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് സെക്യൂർഡ് സിറ്റി ആയിരുന്നു, ഏറ്റവും സുരക്ഷിതമായ പട്ടണമായിരുന്നു ബാബേൽ പട്ടണം.
യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ വെള്ളത്താൽ ഒരു ഐലൻഡായി സംരക്ഷിക്കപ്പെട്ട ഏറ്റവും ഭയങ്കരമായ പട്ടണം. ഇന്നത്തെ വാഷിംഗ്ടൺ DC-യേക്കാൾ, ഇന്നത്തെ ബെയ്ജിങ്ങിനേക്കാൾ, ഇന്നത്തെ ലണ്ടനേക്കാൾ, അല്ലെങ്കിൽ സ്തോത്രം മറ്റേതെങ്കിലും പട്ടണത്തെക്കാൾ ഏറ്റവും സെക്യൂർ ആയ പട്ടണമായിരുന്നു സ്തോത്രം അതേ ബാബേൽ പട്ടണം. അന്നത്തെ ഒരു രാജാവിനും സ്വപ്നം കാണാൻ കഴിയത്തില്ല ആ പട്ടണം കീഴടക്കുന്നത്. അന്നത്തെ ഒരു രാജ്യത്തിനും സ്വപ്നം കാണാൻ കഴിയത്തില്ല ആ പട്ടണത്തോട് അടുക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള ദൂത്, നിനക്ക് കാണാൻ കഴിയാത്തതിന് നീ പോലും അറിയാതെ നിന്നിലൂടെ ചെയ്ത് തികയ്ക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. Come on. നിനക്ക് കാണാൻ കഴിയാത്തത് നിന്നിലൂടെ ചെയ്യുവാൻ കഴിവുള്ളവരാണ് ദൈവം. വേദപുസ്തകം പറയുന്നു, ഇവൻ ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനമുണ്ടായി. ഇപ്പോൾ ഇതാ 150 വർഷങ്ങൾക്ക് ശേഷം ഈ ദൂത് വന്നു. 150 വർഷങ്ങൾക്ക് ശേഷം സ്തോത്രം അതേ കോരേഷ് ഈസ് മാർച്ചിങ് ടുവേഴ്സ് ബാബേൽ. അവന് മനസ്സിലായി സ്തോത്രം എന്തൊക്കെയാണ് ആ പട്ടണത്തെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ചരിത്രം പറയാൻ നേരമില്ലെങ്കിൽ ഒറ്റ സെന്റൻസ് ഞാൻ നിർത്തട്ടെ. ആ വെള്ളം വാർന്നു പോയി, നിലവെള്ളമില്ലാതെ ഭയങ്കര നദിയായി, ഭയങ്കരമായി കെട്ടിടത്തിന്റെ ഉയരത്തിൽ എന്നതുപോലെ 6ാമത്തെ നിലയിലാണല്ലോ നാം കൂടിയിരിക്കുന്നത് പോലെ നിലവെള്ളമായി കിടന്ന സ്ഥാനത്ത് ഒരു പടയാളിക്കും ഒരു ക്യാപ്റ്റനും നീന്താൻ കഴിയാത്ത വെള്ളം വാർന്നു പോയി. കാൽ നനയാതെ അവർ ആ പട്ടണത്തിലേക്ക് ആ സൈന്യം ഇരച്ചു കയറി. എങ്ങനെ കടക്കുമെന്ന് 2021 വരെ ചിന്തിച്ച സ്ഥലത്ത് നിലവെള്ളങ്ങൾ നിന്റെ മുൻപിൽ കണ്ടെങ്കിൽ നിനക്കുള്ള ദൂത്, കാൽ നനയാതെ സൂപ്പർനാച്ചുറൽ വാക്ക് ദൈവം നിനക്കായി ഒരുക്കുന്നു. കാരണം യേശു നിനക്ക് മുൻപായി പോകുന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞോണ്ട്, യേശു എനിക്ക് മുൻപായി പോകുന്നു. പറ, യേശു എനിക്ക് മുൻപായി പോകുന്നു. നീ കണ്ട വെള്ളം ഇനി നീ കാണുകയില്ല. നിന്നെ ഭയപ്പെടുത്തിയ വെള്ളം അവിടെ കാണത്തില്ല. ഇന്ന് പകൽ ഈ ആരാധന നേരത്ത് അത് വാർന്നു പോകുകയാണ്. മക്കളെ, വെല്ലുവിളികളെല്ലാം വാർന്നു പോകാടാ. വെല്ലുവിളികളെല്ലാം വാർന്നു പോവാ. തടസ്സങ്ങളെല്ലാം ഇന്ന് പകൽ ഒഴുകിപ്പോകുക. തടസ്സങ്ങൾ ഒഴുകിപ്പോകുന്ന ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ ഒഴുകിപ്പോകുന്ന ശബ്ദമാണ്. നിന്റെ പ്രോജക്റ്റിനെതിരെയുള്ള തടസ്സങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണ്. നിന്റെ പ്രൊമോഷന് എതിരെയുള്ള അതേ വെല്ലുവിളികൾ ഒഴുകിപ്പോകുന്ന ശബ്ദമാണ്. നിന്റെ രോഗമായി നിൽക്കുന്ന വെല്ലുവിളികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണ്. പോരാട്ടങ്ങളുമാകുന്ന വെല്ലുവിളികൾ ഒഴുകി മാറുന്ന ശബ്ദമാണ്. ആത്മാവിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരങ്ങളെ അടിച്ചൊന്ന് ആർപ്പിട്. താമ്രഭിത്തികൾ വച്ച് അടച്ചു വച്ചേക്കുക. ഇരുമ്പോടാമ്പലുകളുണ്ട്. എന്നാൽ ബെൽശസ്സർ മദ്യപിച്ചപ്പോൾ അണികളും മദ്യപിക്കാൻ തുടങ്ങി. അടിച്ച് ഫിറ്റായി. 1-ാം തീയതിയാണ് ഏറ്റവും കൂടുതൽ മദ്യം സ്തോത്രം ഒഴുകിയതെന്ന പോലെ സ്തോത്രം അവരുടെ നാഷണൽ ഡേ ഓഫ് സെലിബ്രേഷൻ അല്ലേ. ഇരുമ്പോടാമ്പലുകളെ തുറന്നിട്ട് ശ്രദ്ധിക്കുക. ദിസ് ഈസ് അമേസിംഗ്. ഇരുമ്പോടാമ്പലുകളെ, ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂർ ഗേറ്റിനെ തുറന്നിട്ട്, ഇരുമ്പോടാമ്പലുകളെ തുറന്നിട്ട്, താമ്രഭിത്തികളെ തുറന്നിട്ട് അവർ മദ്യത്തിൽ കിക്കായിരുന്നപ്പോ അഭിഷിക്തൻ സൈറസ് വാളെടുക്കാതെ, അമ്പയ്യാതെ, കുന്തമോങ്ങാതെ അവൻ ഫ്രീ വാക്കായി. ഫ്രീ വാക്ക്. എല്ലാ ടെൻഷനും പോകട്ടെ, എല്ലാ പെയിനും പോകട്ടെ, എല്ലാ ഡിപ്രഷൻ പോകട്ടെ, എല്ലാ വേദന പോകട്ടെ, എല്ലാ യാതനകൾ പോകട്ടെ, എല്ലാ നിരാശകൾ പോകട്ടെ, എല്ലാ ദുഃഖങ്ങൾ പോകട്ടെ, എല്ലാ സെൽഫിറ്റി പോകട്ടെ, എല്ലാ കയ്പ് പോകട്ടെ, എല്ലാ പ്രതിസന്ധി വിട്ടുപോകട്ടെ. ഫ്രീ ആകട്ടെ. ഫ്രീ വാക്ക് ഇൻ ജീസസ് നെയിം. ഫ്രീ വാക്ക് ഇൻ ജീസസ്. രണ്ട് കരങ്ങളെ ഉയർത്തി. ഫ്രീഡം, 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 ഫ്രീഡം,
ഫ്രീഡം ഇൻ ജീസസ് നെയിം. ഫ്രീ ആയി അവൻ നടന്നു കയറുകയാണ്. ഒരുത്തൻ്റെ രക്തമാണ് വാളിൽ പുരട്ടപ്പെട്ടത്. വാളിൽ ഒരുവൻ്റെ രക്തം മാത്രമാണ് പുരണ്ടത്. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽശസ്സർ കൊല്ലപ്പെട്ടു. ആ രാത്രിയിൽ തന്നെ മെന്നെ തെക്കെ റൂഫാസീർ എന്ന് പറഞ്ഞ ആ രാത്രിയിൽ തന്നെ ഒരു സാമ്രാജ്യത്തെ ദൈവം മാറ്റി. ഡാനിയൽ ഉറങ്ങാൻ കിടന്നത് മെന്നെ തെക്കെ റൂഫാസീർ എന്ന് പറഞ്ഞ ഗുഡ് നൈറ്റ് സർ. അവൻ ഉറങ്ങാൻ കിടന്നത് ബാബേൽ സാമ്രാജ്യത്തിൽ. ഗുഡ് മോർണിംഗ് കർത്താവേ എന്ന് പറഞ്ഞവൻ ഉറക്കം എഴുന്നേറ്റത് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിർത്തി. നീ ഉറങ്ങാൻ കിടക്കുന്നത് പോലെയല്ല, ഒരത്ഭുതം കണ്ട് നീ എഴുന്നേൽക്കുവാൻ പോകുന്ന ദിവസങ്ങൾ, അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കേട്ടടി, ഒരു മിറക്കിൾ നിനക്കായി കാത്തിരിക്കുക. 5 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഉറക്കത്തിൽ അത്ഭുത. അർദ്ധരാത്രിയിലെ സ്നേഹിതൻ നിനക്കായി ചലിക്കുമ്പോൾ ഉറക്കത്തിൽ അത്ഭുതം. ഞാൻ നിർത്തി. ഉറക്കത്തിൽ അത്ഭുതം. കാരണം എൻ്റെ കർത്താവ് നിനക്ക് മുൻപായി പുറപ്പെടുകയാണ്. കർത്താവ് നിനക്ക് മുൻപായി പുറപ്പെടുമ്പോൾ യുദ്ധം നിന്റെതല്ല. ഇനിയും പോരാട്ടം എന്ന് പറയണ്ട. യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. Free walk in Jesus' name. കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. ഇരിക്കരങ്ങളെ ഉയർത്തി, ഞാനെന്തുള്ളു 6/8 ഞാനെന്തുള്ളു യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. ഇരിക്കരങ്ങളെ ഉയർത്തി, ഞാനെന്തുള്ളു യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. നിന്തിരു രക്തത്തിൽ തുള്ളികൾ തെറിച്ച ക്രൂശതിൽ നിന്തിരു രക്തത്തിൻ തുള്ളികൾ തെറിച്ച ക്രൂശതിൽ അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. ഉയർത്തി, ഞാനെന്തുള്ളു യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. സ്വർഗ്ഗം കേൾക്കട്ടെ, ഞാനെന്തുള്ളു ഞാനെന്തുള്ളു
സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ യേശു. അക്കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, അക്കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. നിങ്ങൾക്ക് മുൻപായി ചില ടെലിഫോൺ കോളുകളല്ല പോകുന്നത്, നിങ്ങൾക്ക് മുൻപായി ചില റെക്കമെൻഡേഷൻ അല്ല പോകുന്നത്, നിങ്ങൾക്ക് മുൻപായി ചില മനുഷ്യരല്ല പോകുന്നത്, നിങ്ങൾക്ക് മുൻപായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് പോകുന്നു. കർത്താവ് പോകുന്നു, കർത്താവ് പോകുന്നു. ദൂതനല്ല പോകുന്നത്, നിങ്ങൾക്ക് മുൻപായി കർത്താവ് തന്നെ പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദാസന്മാരെ നിങ്ങൾ പ്രതീക്ഷിച്ചു എങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവദൂതന്മാരെ നിങ്ങൾ പ്രതീക്ഷിച്ചു എങ്കിൽ, ഇപ്പോൾ ഇതാ സീസൺ മാറിയിരിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് മുൻപായി പുറപ്പെടുന്നു. Come on, respond to the Holy Spirit. Come on. കർത്താവേ നന്ദി, കർത്താവിനെ നന്ദി പറയുന്നവർ ആരാധിക്കുക. കർത്താവ് നിനക്ക് മുൻപായി പോകുന്നു. ഇരുമ്പോടാമ്പലുകൾ തകരുന്നു, താമ്രഭിത്തികൾ ഉടയുന്നു, അടച്ചുറപ്പാക്കിയിരിക്കുന്നത്, അടച്ചുറപ്പാക്കിയിരിക്കുന്നത്. ഒരിക്കലും അത് കിട്ടത്തില്ലെന്ന് പറയുന്നത്, ഒരിക്കലും അത് ലഭിക്കത്തില്ലെന്ന് പറയുന്നത്, ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറയുന്നത് നിന്റെ 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 ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ മാത്രം, നിന്റെ ജീവിതത്തിൽ മാത്രം അത് സംഭവിക്കാൻ പോകുന്നു. ഡിവൈൻ അക്കോംപ്ലിഷ്മെന്റ് നിന്റെ ജീവിതത്തിൽ മാത്രം അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാവരിലും സംഭവിക്കുന്നു. കേൾക്ക, എല്ലാവരിലും സംഭവിക്കുന്നു, എന്നിലും സംഭവിക്കുന്നു. അത് യേശുവിൻ്റെ പരിപാടിയല്ല. എല്ലാവരും സംഭവിക്കുന്നു ജോബിരുത്, നമ്മുടെ പിള്ളേരിലും സംഭവിക്കുന്നു. നോ 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 നോ, അത് യേശുവിൻ്റെ പരിപാടിയല്ല. എല്ലാവരിലും സംഭവിക്കുന്ന അത്ഭുതം എനിക്ക് ഉണ്ടായി. ദൈവമില്ലാത്തവനും പറയും അത്ഭുതം, ദൈവമുള്ളവനും പറയും അത്ഭുതം. ദൈവമില്ലാത്തവൻ പറയും ലക്കായിരുന്നു, ലക്ക്. ഇന്ന് പകൽ ഞാൻ പറഞ്ഞ ലക്കല്ല, ഇന്ന് ഞാൻ പറഞ്ഞ ലോട്ടറി അല്ല, ഇന്ന് ഞാൻ പറഞ്ഞ ചരിത്രമാ. ചരിത്രം, ഹിസ്റ്ററി, 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 ഹിസ്റ്ററിയാ ഞാൻ പറഞ്ഞ ചരിത്രം. ആരിലും നടന്നിട്ടില്ലാത്തത്, ആരിലും നടന്നിട്ടില്ലാത്ത, ആർക്കെങ്കിലും വേണോ? ആരെങ്കിലും വിശ്വസിക്കുന്ന? അതിന് മുൻപുള്ള ഒരു രാജാവിനും നടന്നിട്ടില്ലാത്തത്. അതിന് മുൻപുള്ള ഒരു രാജാവിലും നടന്നിട്ടില്ലാത്തത്. ചരിത്ര ലേഖനങ്ങളിൽ ഞാൻ ഇന്നലെ രാത്രി കണ്ടത്, കോരേശ് എവിടെയാണോ യുദ്ധം ചെയ്തത് അവിടെ എല്ലായിടത്തും രക്തം ഒഴുകി, അവിടെ എല്ലായിടത്തും യുദ്ധം നടന്നു. ആയിരക്കണക്കിന് പടയാളികൾ വെട്ടുകൊണ്ടു, നൂറുകണക്കിന് പടയാളികൾ അപ്പുറത്തും ഇപ്പുറത്തും കൊല്ലപ്പെട്ടു. അപ്പോൾ അവൻ പ്രതീക്ഷിച്ചത് ഈ ബാബേലിൽ വലിയൊരു കാഷ്വാലിറ്റിയാണ്. ബാബേലിൽ പോകുമ്പോൾ ഭയങ്കര ഒരു കാഷ്വാലിറ്റി, ഭയങ്കര ഒരു നാശമാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ 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 യുദ്ധങ്ങളെ കണ്ടവനെ, രാജാക്കന്മാരെ നീക്കിയവനെ, രാജാതി രാജാവ് പറയുന്നു, ഒരത്ഭുതമല്ല, ഒരു ചരിത്രം. കമോൺ, ചരിത്രം. വിശ്വസിക്കുന്നോ? അവിശ്വാസം വിട്ടുപോകട്ടെ, സംശയം നീങ്ങിപ്പോകട്ടെ, മെന്റൽ ബ്ലോക്കേജസ് യേശുവിന്റെ നാമത്തിൽ ഒടയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചരിത്രം ചേർന്ന് നടന്നേ, യേശുവിനോട് ചേർന്ന് നടന്നേ. നിനക്ക് മുൻപായി അവൻ നടക്കുന്നു. മുൻപായി നടക്കാൻ ചേർന്ന് നടക്കുന്നെങ്കിൽ ചരിത്രം മെനയുന്നവൻ രാത്രിയും പകലും നിന്റെ ഇടയ്ക്കൽ ഇറങ്ങി നിൽക്കുന്ന, വെള്ളത്തിന് മുകളിൽ നടന്നതുപോലെ ചരിത്രം നിന്നിലൂടെ മെനയുവാൻ വേണ്ടി പോകുന്നു. എന്റെ മുൻപിൽ നേരമില്ല. താങ്ക് യു ജീസസ്. അവനോട് ചേർന്ന് നടക്കാം. നാട്ടുകാർ നടക്കുന്നത് പോലെയല്ല, യേശുവിനോട് ചേർന്ന് നടക്കാം. ബ്രദർ ജീസസ്,